ഫഅർസൽനാ ഫീഹിം റസൂലൻ മിൻഹും അൻ അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. ഒരു പ്രവാചകൻ കടന്നു വന്നാൽ പ്രവാചകൻ സമൂഹത്തോട് ആദ്യമായി പറയുന്നത് ഏകനായ ഇലാഹിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന അടിസ്ഥാന ആശയമാണ്. കാരണം ലോകത്ത് മനുഷ്യ സമൂഹം ഏതു കാലഘട്ടത്തിലും വഴിതെറ്റിപ്പോകുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് തൗഹീദാണ്, രണ്ട് ആഖിറത്താണ്. ഒന്നുകിൽ തൗഹീദിലോ അല്ലെങ്കിൽ ആഖിറത്തിലോ വഴിതെറ്റാതെ ഒരു സമൂഹം ലോകത്ത് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ സംഗതിയാണ്. മാനവ ചരിത്രം പരിശോധിക്കുന്നവർക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രബോധകരായ പ്രവാചകന്മാർ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ ഫഅർസൽനാ ഫീഹിം റസൂലൻ മിൻഹും, മനുഷ്യരായ പ്രവാചകന്മാർ തന്നെ കടന്നു ചെന്നിട്ട് അവരോട് പറയുന്നത് അൻ അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കരുത്. അല്ലാഹയല്ലാതെ വേറെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരല്ലയോ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കേണ്ടവരല്ലയോ എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൽ ഒരു ജനത രൂപപ്പെടും. അവർ മലഉകൾ തന്നെയായിരിക്കും, ആ സമൂഹത്തിലെ നേതാക്കൾ തന്നെയായിരിക്കും. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. നബിമാര് പറയുന്ന ആദർശത്തിനെതിരെ, അമ്പിയാക്കൾ പറയുന്ന ആശയങ്ങൾക്കെതിരെ ചില ആളുകൾ രംഗത്ത് വന്നിട്ട് പറയുകയാണ്, അവർക്ക് ആഖിറത്തിൽ വിശ്വാസമില്ല, പടച്ചവനെ കണ്ടുമുട്ടുമെന്ന ബോധമില്ല, അല്ലാഹുവിനെ വ്യാജമാക്കി ജീവിക്കുന്ന അവിശ്വാസികളായ നന്ദികെട്ട ഒരു ജനത. ആ ജനതയിലെ നേതാക്കളടക്കം രംഗത്ത് വന്ന് പറയുന്നത് മാ ഹാദാ ഇല്ലാ ബശറും മിഥ്ലുക്കും, നിങ്ങളെപ്പോലെ ഒരാളാ തന്നെയാണല്ലോ നിങ്ങൾക്കിടയിലേക്ക് പ്രവാചകനായി വന്നത്. അങ്ങനെ ഒരാളെ അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. പ്രവാചകനാകണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സന്ദേശവുമായി വരുന്നയാളാകണമെങ്കിൽ ഒന്നുകിൽ മലക്കായിരിക്കണം. ആ മലക്കൊന്നുമല്ലല്ലോ വന്ന് നിങ്ങളോട് ഇത് പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുന്ന യഅ്കുലു മിമ്മാ തഅ്കുലൂന, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്ന, വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നത് പോലെ പാനീയങ്ങൾ കുടിക്കുന്ന, വെള്ളം കുടിക്കുന്ന ആളുകൾ നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നത് എന്തിന് നിങ്ങൾ അനുസരിക്കണം? വലഇൻ അതഅ്തും ബശറൻ മിസ്ലകും ഇന്നകും ഇദൽ ലഖാസിറൂൻ, നിങ്ങളെപ്പോലെയുള്ള ഈ മനുഷ്യർക്ക് നിങ്ങൾ വഴിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോകും, പരാജിതരായി പോകും. എന്നിട്ട് ആ മലഉകൾ, നേതാക്കൾ, ആ ജനവിഭാഗത്തിലെ പ്രൗഢിയും പ്രതാപവും ഒക്കെ ഉണ്ടെന്ന് കരുതുന്ന അവിശ്വാസികൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന വാദഗതികളെയാണ് ഖുർആൻ പറയുന്നത്. അയഇദുകും അന്നകും ഇദാ മിത്തും വകുന്തും തുറാബൻ വഇളാമാ അന്നകും മുഖ്റജൂൻ. അവരെന്താ പറയുന്നത്? അവരെന്താ വാഗ്ദാനം ചെയ്യുന്നത്? ഇദാ മിത്തും, നിങ്ങൾ മരിച്ചാൽ, വകുന്തും തുറാബൻ വഇളാമൻ, നിങ്ങൾ മണ്ണോട് മണ്ണ് ചേർന്ന അസ്ഥിപഞ്ജരങ്ങളായി മാറിക്കഴിഞ്ഞാൽ, വഇളാമൻ, നിങ്ങൾ എല്ലും തുണ്ടങ്ങളായി തീർന്നാൽ, മണ്ണോട് ചേർന്നാൽ, അന്നകും മുഖ്റജൂൻ, രണ്ടാമത് നിങ്ങൾ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നാണല്ലോ അവർ പറയുന്നത്. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? എന്തൊരു പഴംപുരാണമാണിത് പറയുന്നത്? ഹൈഹാത്ത് ഹൈഹാത്ത് ലിമാ തുഅദൂൻ. അമ്പിയാക്കളുടെ നേരെ പരിഹാസത്തിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് അവർ പറയാൻ, ഹൈഹാത്ത് ഹൈഹാത്ത് ലിമാ തുഅദൂൻ, ഹോ ഭയങ്കരം തന്നെ, നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കാര്യം തന്നെ. എന്നിട്ട് അവരുടെ ആശയം അവർ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ നിലപാട് അവർ പറയാൻ, ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ജീവിതം മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒരു ജീവിതമില്ല. ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ, ഇവിടെ നമ്മൾ ജീവിക്കുന്നു, ഇവിടെ നാം മരിച്ചു പോകുന്നു, എല്ലാം ഇവിടം കൊണ്ട് കഴിയുന്നു. വമാ യുഹ്ലികുനാ ഇല്ല ദഹർ, ഇതൊക്കെ കാലത്തിന്റെ ഒരു പ്രതിഭാസമാണ്, ഇതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതി മാത്രമാണ്, വേറൊന്നുമില്ല. ഇങ്ങനെ കുറെ നമ്മൾ ജനിക്കും മരിക്കും, അങ്ങനെ അനവരതം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമെന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ഇതൊക്കെ കെട്ടുകഥകളാണ്, ഇതൊക്കെ അപരിഷ്കൃതമാണ്, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിൻ്റെതാണ്. ഈ രൂപത്തിൽ വാദഗതികൾ ഉന്നയിച്ച് കടന്നു വരുന്ന ആളുകൾ, ആ കടന്നു വരുന്ന
ആളുകൾ അഥവാ ലോകത്ത് കടന്നു വന്ന ഭൗതിക മെറ്റീരിയലിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഏതൊക്കെയുണ്ടോ, ഭൗതികവാദ പ്രത്യയശാസ്ത്രങ്ങൾ ഏതൊക്കെയുണ്ടോ, അത് കമ്മ്യൂണിസം ആകട്ടെ, ക്യാപിറ്റലിസം ആകട്ടെ, ലോകത്ത് കടന്നു വന്ന നാസ്തികതയാകട്ടെ, നവനാസ്തികതയാകട്ടെ, സർവ്വ ആളുകളും, സർവ്വ മതനിഷേധികളും, സർവ്വ പരലോക നിഷേധികളും അവതരിപ്പിക്കുന്ന വാദം, നൂറ്റാണ്ടുകളായി ലോകത്ത് തുടരുന്ന വാദം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വിവിധ ഇടങ്ങളിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഖുർആൻ അത് അഡ്രസ് ചെയ്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥമായ സൃഷ്ടിപ്പെന്തിനാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി സ്പഷ്ടമായി ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ തൗഹീദിനെതിരെ, പരലോക വിശ്വാസത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആശയങ്ങൾക്ക് മുഴുവനുമുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ വളരെ കൃത്യമായി പറഞ്ഞുകൊടുത്തു, സംശയത്തിനിടവില്ലാത്ത വിധം. കാരണം മനുഷ്യൻ അല്പജ്ഞാനിയാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു. വലിയ വലിയ ചോദ്യങ്ങൾ മനുഷ്യന്റെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യനെ കുറിച്ച് തന്നെയുള്ള ചോദ്യങ്ങൾ, മനുഷ്യന്റെ റൂഹിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ ആത്മാവിനെ സംബന്ധിച്ച്, മനുഷ്യന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് പലവിധ ചോദ്യങ്ങളും മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരിലുള്ള ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായി ഉത്തരം കണ്ടെത്താനുള്ള സാഹചര്യം ഭൗതിക ലോകത്ത് മനുഷ്യന് നൽകപ്പെട്ടിട്ടില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് പോലും പൂർണ്ണമായി പഠിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ണിന് വ്യക്തമായിട്ടുള്ള, സ്പഷ്ടമായിട്ടുള്ള ഭൗതിക പ്രപഞ്ചത്തിന്റെ ആ പ്രതിഭാസങ്ങളെ കുറിച്ച് പോലും പൂർണ്ണമായി പഠിച്ചു തീർക്കുവാനുള്ള ഒരു അവസ്ഥയും ഭൗതിക ലോകത്ത് മനുഷ്യനില്ല. ഇന്ന് ലോകം അത് തിരിച്ചറിഞ്ഞു. കേവലം ഈ മഹാപ്രപഞ്ചത്തിന്റെ 5% മാത്രമാണ് മനുഷ്യന് പ്രാപ്യമായത്. ഇത് ലോകത്തിന്ന് ആധുനിക മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. മനുഷ്യന് ഭൗതിക ലോകത്ത് പ്രാപ്യമായത് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് പോലും കേവലം 5%, 5% മാത്രമാണ്. ബാക്കിയുള്ള 95% അഥവാ 95% മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത ബ്ലാക്ക് മാറ്റർ കൊണ്ട്, ബ്ലാക്ക് എനർജി കൊണ്ടാണുള്ളത്. അതുകൊണ്ട് മനുഷ്യന്റെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ട് മനുഷ്യന് ഇന്നത് കണ്ടെത്തുക സാധ്യമല്ല എന്നുള്ളത് ആധുനിക ശാസ്ത്രം തന്നെയും സമ്മതിച്ചു തരുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി പറഞ്ഞു. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബിഹി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. മനുഷ്യർ അവർ ചോദിക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്? മറ്റൊന്നിനെ കുറിച്ചുമല്ല, റൂഹിനെ സംബന്ധിച്ചാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു റബ്ബ്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബിഹി. അതിനുള്ള ഉത്തരം റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനാധികാരത്തിൽ നിന്നുള്ളൊരു സംഗതിയാണ്. എന്നിട്ട് അള്ളാഹു ആ ഭാഗം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞ വാചകം വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. മനുഷ്യന് വളരെ കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ. മനുഷ്യന് അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേയുള്ളൂ. അവന്റെ പരിമിതമായ അറിവ് കൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയുന്നതല്ല ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന് പ്രാപ്യമല്ലാത്ത, എന്നാൽ അവൻ അറിഞ്ഞിരിക്കൽ അനിവാര്യമായ സംഗതികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി എന്ന പരിശുദ്ധമായ ഒരു സംവിധാനത്തിലൂടെ മനുഷ്യരെത്തിച്ചു തരുന്നുണ്ട്. അതിനാണ് റിസാലത്ത് എന്ന് പറയുന്നത്. അത് നൽകപ്പെട്ടവരാണ് പ്രവാചകന്മാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വന്നജ്മി ഇദാ ഹവാ. വീഴുന്ന നക്ഷത്രം തന്നെയും സത്യം, വീഴുന്ന നക്ഷത്രം തന്നെയും സത്യം. മാ ളല്ല സാഹിബുകും വമാ ഗവാ. നിങ്ങളുടെ സ്വാഹിബായ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് അബദ്ധം പിഴഞ്ഞിട്ടില്ല, പിഴച്ചു പോയിട്ടില്ല അദ്ദേഹം. എന്തുകൊണ്ട്? വമാ യന്തിഖു അനിൽ ഹവാ. അദ്ദേഹം ഒരിക്കലും തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നയാളല്ല, തൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ പറയുന്ന ആളല്ല. നേരെ മറിച്ച് മതമെന്ന നിലയിൽ അദ്ദേഹം വിശദീകരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇൻ ഹിയ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും, കലാലയത്തിൽ പോയിട്ടില്ലെങ്കിലും, നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളല്ല മുഹമ്മദുർ റസൂലുള്ളാഹി എങ്കിലും ആ റസൂലുള്ളാഹിക്ക് പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കിയ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്.
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുത്തൊരു അധ്യാപകനുണ്ട്. ആ അധ്യാപകന്റെ മുന്നിലിരുന്നു കൊണ്ട് ആ റസൂല് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ റസൂല് നിങ്ങളോട് സംസാരിക്കുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലമഹു ശദീദുൽ ഖുവാ, റസൂലുള്ളാഹിന്റെ അധ്യാപകൻ ജിബ്രീലാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ആ പ്രത്യേകമായ റിസാലത്തിന്റെ സംഗതികളിലൂടെ അല്ലെങ്കിൽ ആ സംവിധാനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചു കൊടുത്ത അടിസ്ഥാന ആദർശത്തിലൂടെ മനുഷ്യ ജീവിതം എന്താണെന്നും എന്തിനാണെന്നും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ സർവ്വവിധ നിഷേധങ്ങൾക്കും സർവ്വവിധ തെറ്റിദ്ധാരണകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നുണ്ട്. അവിടെയാണ് പരലോകമില്ലെന്നും പടച്ചവനില്ലെന്നും പറഞ്ഞു നടക്കുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ വദറബ ലനാ മതലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്, അവനാണ് മുദബ്ബിർ, അവനാണ് റബ്ബ്. അതുകൊണ്ട് തന്നെ അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അല്ലാഹു വെറുതെ പടക്കാറില്ല, നിരർത്ഥകമായി റബ്ബൊന്നും പടക്കാറില്ല. അവൻ ഹക്കീമായവനാണ്, അലീമായവനാണ്. ഒരു വെറും വേല റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബാ വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ബാത്തില. ആകാശഭൂമികൾക്കിടയിൽ അല്ലെങ്കിൽ ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും അല്ലാഹു നിരർത്ഥകമായി പടച്ചിട്ടില്ലെന്ന് ഖുർആൻ. ഇതൊന്നും നിരർത്ഥകമല്ലെന്ന് ഖുർആൻ. മാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില. ആകാശഭൂമികൾക്കിടയിലുള്ളതൊന്നും നിരർത്ഥകമായി അല്ലാഹു സൃഷ്ടിച്ചതല്ല. അത് ലഇബായ ഒരു കളിയായി അല്ലാഹു പടച്ചതല്ല. ഇത് കൃത്യമായി ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് അവൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് മനുഷ്യരോട് ചോദിക്കുകയാണ്, അവലം യറൽ ഇൻസാൻ, മനുഷ്യനവൻ കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. ഈ ഒറ്റ വാചകത്തിൽ സർവ്വതിനുമുള്ള മറുപടിയുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങൾക്കുമുള്ള മറുപടി ആ ഒറ്റ വാചകത്തിലുണ്ട്. അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. MBBS കഴിഞ്ഞ ആളാണെങ്കിലും MD എടുത്ത ആളാണെങ്കിലും LLB കഴിഞ്ഞ ആളാണെങ്കിലും IAS കാരനാണെങ്കിലും IPS കാരനാണെങ്കിലും മിനിസ്റ്റർ ആണെങ്കിലും നാടനാണെങ്കിലും അതേ കർഷകനാണെങ്കിലും ആരാണെങ്കിലും അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. ആ ഒറ്റ വാചകത്തിൽ കഴിഞ്ഞു. പരലോകമില്ല, പടച്ചവനില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ മുന്നിൽ അല്ലാഹു അവതരിപ്പിക്കുന്നത് അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. മനുഷ്യന്റെ സർവ്വജാടകളും അവന്റെ പൊങ്ങച്ചം മുഴുവനും അവന്റെ അഹങ്കാരം മുഴുവനും അവന്റെ പ്രൗഢി മുഴുവനും ആ ഒറ്റ വാചകത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തകർത്തെറിയാണ്. അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. നുത്ഫ എന്ന് പറഞ്ഞാൽ ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിന് പറയുന്ന പേരാണ്. നമുക്കത് എത്ര പരിഗണനയുണ്ട് നമുക്കതിന്. ആ നുത്ഫത്തിന് എന്ത് പരിഗണനയുണ്ട് നമുക്കറിയാം. മുത്തരിഫ് ബിൻ അബ്ദില്ലാ, അദ്ദേഹം മുഹല്ലബ് എന്ന് പറയുന്ന മുഹല്ലബ് ബിൻ അബി സുഫ്ര എന്ന് പറയുന്ന മുഹല്ലബ് ബിൻ അബി സുഫ്ര എന്ന് പറയുന്ന ഗവർണർ, ആ ഗവർണറെ കാണുകയാണ്. എങ്ങനെയാ കണ്ടത് എന്നറിയുമോ? വലിയ പ്രൗഢിയുള്ള വസ്ത്രമൊക്കെ ഇട്ട് ഇദ്ദേഹം ഗവർണറായപ്പോ വലിയ പ്രൗഢിയുള്ള വസ്ത്രമൊക്കെ ഇട്ട് ഇദ്ദേഹം വരികയാണ്. സാധാരണ നമുക്കറിയാം, എന്തെങ്കിലും അധികാരമൊക്കെ കിട്ടുമ്പോൾ ചില ആളുകൾ 15 ലക്ഷത്തിന്റെ കോട്ടൊക്കെ ഇട്ട ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ തന്നെ. അങ്ങനെ വിലപിടിപ്പുള്ള കോട്ടൊക്കെ ഇട്ട് ഈ മനുഷ്യനിങ്ങനെ വരുമ്പോ അയാളെ കണ്ട മാത്രയിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ അബ്ദല്ലാ, അള്ളാഹുവിന്റെ ദാസ, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അള്ളാഹുവിന്റെ ദേഷ്യം വാങ്ങിവെക്കുന്ന, പടച്ചവന്റെ കോപം വാങ്ങിവെക്കുന്ന കാഴ്ചകളാണല്ലോ കാണുന്നത്. എന്ത് കിബറാണിത്, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ഗവർണർ തിരിച്ചു ചോദിക്കുകയാണ്, തഅരിഫുനി, എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആളറിയാതെയാണോ സംസാരിക്കുന്നത്? എന്നെ മനസ്സിലായില്ല, ഞാൻ ഗവർണറാണെന്ന് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ എന്നെ അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോ
ആ മനുഷ്യൻ പറഞ്ഞു, നഅം, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം, എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. കാരണം നിങ്ങൾ നുത്ഫത്തുൻ മദിറ, ആദ്യം നിങ്ങൾ അവ്വലുക നുത്ഫത്തുൻ മദിറ വആഖിറുക ജീഫത്തുൻ കദിറ, നിങ്ങൾ ആദ്യം സ്രവിച്ചു വീണ ആ ഇന്ദ്രിയത്തുള്ളിയിലെ ലക്ഷോപലക്ഷം ബീജഗണങ്ങളിൽ ഒരു ബീജഗണമായിരുന്നു. ഇന്നലെ നീ അതായിരുന്നു. വആഖിറുക ജീഫത്തുൻ കദിറ, നാളെ 6 അടി മണ്ണിന് കീഴെ പുഴുത്തുനാറിക്കിടക്കുന്ന ശവമാണു നീ. വഅന്ത ഫീമാ ബൈന ദാലിക തഹ്മിലുൽ അദിറ, അത് രണ്ടിനും ഇടയിൽ, അഥവാ പഴയ നുത്ഫത്തിനും ഇനി ഭാവിയിൽ ഖബറിൽ കിടക്കുന്ന ചീഞ്ഞെളിയുന്ന ആ മയ്യത്തിനുമിടയിൽ നീ മലം ചുമക്കുന്ന, അഥവാ വിസർജ്യം ചുമക്കുന്ന ഒരു പെട്ടിയാകുന്നു നീ. നിന്നെ എനിക്ക് നന്നായി അറിയാം. നീ ആദ്യം നുത്ഫത്താണ്, ഭാവിയിൽ നീ ഖബറിൽ പൊട്ടിച്ചീഞ്ഞ് നാറിക്കിടക്കാനുള്ളവനാണ്, അതിനിടയിൽ നീ വിസർജ്യം ചുമന്ന് നടക്കുന്നവനാണ്. ഈ ആശയമാണ് പിന്നീട് മഹ്മൂദുൽ വറാഖ് കവിതയാക്കിയത്. ആ മഹ്മൂദുൽ വറാഖ് കവിതയാക്കി പറഞ്ഞത്, അജിബ്തു മിൻ മുഅ്ജബിൻ ബിസൂറതിഹി വകാന ഫിൽ അസ്ലി നുത്ഫതൻ നദിറ വഹുവ ഗദൻ ബഅദ ഹുസ്നി സൂറതിഹി യസീറു ഫിൽ ലഹദി ജീഫതൻ കദിറ വഹുവ അലാ തീഹിഹി വനഖ്വതിഹി മാ ബൈന സൗബൈഹി യഹ്മിലുൽ അദിറ. ഏതൊരു മനുഷ്യനും ആദ്യം നുത്ഫത്താണ്. നാളെ ലഹദിൽ, അഥവാ ആ ഖബറിൽ ചീഞ്ഞെളിയാനുള്ളവനാണ്, അത് രണ്ടിനുമിടയിൽ വിസർജ്യം ചുമക്കാനുള്ളവനാണ്. ഈ മുഹമ്മദ് മലപ്പുറം ജില്ലയിലെ അണ്ടത്തോടുകാരനായ ശുജാഇ മുസ്ലിയാർ സഫലമാലയിലൂടെ മലയാളത്തിലേക്ക് പറഞ്ഞത്, പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കെട്ടാ, പിന്നിന്ന് കാട്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്തേച്ചകമ്മല്ലേ പൊട്ടാ, പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ടാ. മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് ജീവിക്കുമ്പോ, പൊങ്ങച്ചം കാണിക്കുമ്പോ, അവന്റെ ഇന്നലകളെയും നാളെകളെയും ഇന്നലെയും ചൂണ്ടിക്കൊണ്ടുള്ള സംസാരമാണ്. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കെട്ടാ, ഇന്നലെ നിന്റെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ പിന്നിന്ന് കാട്ടം ചുമന്നു ഒരു കൊട്ട, ഇന്ന് കാട്ടം ചുമന്നു നടക്കുന്ന ഒരു കൊട്ടയാണു നീ. പെട്ടാലോ ചത്തേച്ചകമ്മല്ലേ പൊട്ടാ, പറ നിന്നുടൽക്ക് ബഹുമാനം പൊട്ടാ. എന്നിട്ട് അത് ഓർക്കാതെ ജീവിക്കുന്ന മനുഷ്യരോട് ചോദിക്കുകയാണ് ശുജാഇ മുസ്ലിയാർ, എന്ത്? പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ടാ, പന്തം പുടിച്ചാൽ ഫജ്റാമോ പൊട്ടാ. ഒരു മനുഷ്യനിതാ ഉച്ചനേരത്ത് കണ്ണടച്ചിട്ട് പറയാണ്, ഇപ്പൊ രാത്രിയാണ്, അതുകൊണ്ട് പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ടാ. ഇനി അതല്ല, ഒരാള് പാതിരാത്രി ഒരു പന്തം പിടിച്ചിട്ട് പറയാണ്, ഇപ്പൊ പകലാണ്, അതാണ് പന്തം പിടിച്ചാൽ ഫജ്റാമോ പൊട്ടാ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ ലോകത്തെ ജീവിതത്തിന്റെ നിലവാരം നോക്കുമ്പോ അവൻ അർത്ഥമില്ലാത്ത ജീവിതം നയിക്കുകയാണ്. പലതും മറന്നുകൊണ്ട് അവന്റെ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നു, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. മനുഷ്യ, നീ നുത്ഫത്തായിരുന്നു. സയൻസ് പഠിപ്പിക്കാണ് പടച്ചോൻ, അന്വേഷിക്കാൻ പറയാണ് മനുഷ്യനെ കൊണ്ട് റബ്ബ് ചിന്തിപ്പിക്കാൻ. ഇന്നലെ നുത്ഫത്തായിരുന്നു, ഇന്ന് മീശയുണ്ട്, മസിലുണ്ട്, വലിയ ബുദ്ധിമാനാണ്, വലിയ ജെന്റിൽമാനാണ്, സംഗതി ശരിയാണ്. പക്ഷെ നീ ഇന്നലെ നുത്ഫത്തായിരുന്നു. ആ നുത്ഫത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വളർന്ന് വലുതായി ഒരു ഗർഭാശയഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന് മെല്ലെ മെല്ലെ അത് ഒരു അട്ടയുടെ രൂപം പ്രാപിച്ച് മാംസമായി വിരിഞ്ഞ് അവസാനം കൈകാലുകൾ രൂപപ്പെട്ട് ആ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തി ഭൗതിക ലോകത്തേക്ക് കടന്നു വന്ന് അങ്ങനെ ഈ ലോകത്തെത്തിപ്പെട്ടവനാണു നീ. അങ്ങനെ ഈ ലോകത്തേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ ഈ ലോകത്തേക്ക് എത്തിപ്പെട്ടപ്പോഴോ അവരിന്ന് വ്യക്തമായ ശത്രുവായി മാറി. ഇന്നലകളെ മറന്നുപോയി, അവൻ വന്ന വഴികൾ മറന്നുപോയി. എന്നിട്ട് അവൻ ഇന്ന് വ്യക്തമായ ശത്രുവായി മാറിയിട്ട് സൃഷ്ടാവായ റബ്ബിന് ഉപമ ചോദിക്കുകയാണ്, അള്ളാഹുവിന് ഉപമ പറയുകയാണ്, ഖാലിഖായ റബ്ബിന് ഉപമ വിവരിക്കുകയാണ്.
എന്നിട്ട് അവൻ ചോദിക്കുന്നു വലിയൊരു ചോദ്യം. എന്താണ് ഇവന്റെ ചോദ്യം? ഈ ജീനിയസ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? മറ്റൊന്നുമല്ല, മയ്യുഹ്യിൽ ഇളാമ വഹിയ റമീം. മണ്ണോട് മണ്ണു ചേർന്നതിനു ശേഷം, കുഴിമാടങ്ങളിൽ എത്തിപ്പെട്ടതിനു ശേഷം, അസ്ഥിപഞ്ജരങ്ങളായി മാറിയതിനു ശേഷം, മയ്യുഹ്യിൽ ഇളാമ വഹിയ റമീം, ആ കുഴിമാടത്തിൽ നിന്ന് ആരാണ് എന്നെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുന്നത്? ആ ഖബറിൽ നിന്ന് ആരാണ് എന്നെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുന്നത് എന്നവൻ ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടിയാണ്, ഖുൽ യുഹീഹല്ലദീ അൻശാഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആദ്യം അവൻ ആ നുത്ഫത്തിൽ നിന്ന് പടച്ചവനാരോ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചവനാരോ അവൻ തന്നെയായിരിക്കും രണ്ടാമതവന്റെ ആ ഇളാമിൽ നിന്ന്, എല്ലുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയെന്ന് ഖുർആൻ പറയുമ്പോ അള്ളാഹുവിന്റെ ആ ഖൽഖ് അവൻ ഖാലിഖാണ് എന്നുള്ളത് റബ്ബ് ഉറപ്പിക്കുകയാണ്. ഖുൽ യുഹീഹല്ലദീ അൻശാഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഇല്ലായ്മയിൽ നിന്ന് നുത്ഫത്തുണ്ടാക്കി അവിടെ നിന്ന് മെല്ലെ വളർത്തി ഒരു ഉമ്മയുടെ വയറ്റിലിട്ട് വളർത്തിക്കൊണ്ടുവന്ന് കൈകാലുകൾ രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഖാലിഖായ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രയാസവുമില്ല രണ്ടാമത് കുഴിമാടത്തിൽ നിന്ന് മനുഷ്യ നിന്നെ പുറത്തു കൊണ്ടുവരാൻ, അഥവാ ഖബറിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തെ അല്ലാഹു സംവിധാനിച്ചത് ആ രൂപത്തിലാണ്. ഒരാളും ഭൗതിക ലോകത്ത് ശാശ്വതമായി ജീവിക്കാത്ത രൂപത്തിൽ ഭൗതിക ലോകത്ത് അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും കഴിയുന്ന രൂപത്തിലാണ് എല്ലാം സംവിധാനിച്ചത്. എന്നിട്ടും മനുഷ്യൻ നന്ദി കെട്ടവനാകുന്നു. എന്നിട്ടും മനുഷ്യൻ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും മനുഷ്യൻ അല്ലാഹുവിനെ മാത്രം നൽകേണ്ട ഇബാദത്തുകൾ അല്ലാത്തവർക്ക് നൽകുന്നു. എന്നിട്ടും മനുഷ്യൻ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ് മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ് ثم السبيل يسره ثم أماته فأقبره. قتل الإنسان മാ അക്ഫറ, മനുഷ്യൻ നശിച്ചുപോയി. ഏതു കാരണത്താൽ? മാ അക്ഫറ, അവൻ നന്ദി കെട്ടതിന്റെ പേരിൽ, അവൻ നന്ദികേട് കാണിച്ചതിന്റെ പേരിൽ. ഏതവസ്ഥയിലാണ് അവൻ നന്ദികേട് കാണിക്കുന്നത്? മിൻ അയ്യി ശൈഇൻ ഖലഖഹു, അവനെ സൃഷ്ടാവ് പടച്ചത് എങ്ങനെയെന്ന് അവൻ ചിന്തിക്കുന്നില്ലല്ലോ. മിൻ അയ്യി ശൈഇൻ ഖലഖഹു, എന്തിൽ നിന്നാണ് അവനെ അല്ലാഹു പടച്ചത്? മിൻ നുത്ഫത്തിൻ, നുത്ഫത്തിൽ നിന്നല്ലേ ഖലഖഹു അവനെ പടച്ചത്. ഫഖദ്ദറഹു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെങ്കിലും ജീവിക്കാൻ വിടുകയല്ലോ. നേരെ മറിച്ച് അളന്നു തന്നില്ലയോ മഴ, അളന്നു തന്നില്ലയോ വായു, അളന്നു തന്നില്ലയോ വെള്ളം. മാത്രമല്ല ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം ഒരുപോലെ തന്നെ മനുഷ്യൻ ഒരുക്കി തന്നില്ലയോ. വലകും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ, ദുനിയാവിൽ മനുഷ്യ നിനക്ക് ആവശ്യമായതെല്ലാം കൃത്യമായ അളവിലും തോതിലും അളന്നു തന്നില്ലയോ. ഏറ്റവും അധികം ആവശ്യമുള്ളത് വായുവായതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന നിനക്ക് ഏറ്റവും അധികം ഇതാ വാരിത്തന്നത് വായുവാണ്. രണ്ടാമതായി വെള്ളമാണ് വേണ്ടതെങ്കിൽ ആ വെള്ളമാണ് ഭൂമിയിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ശേഖരിക്കപ്പെട്ടത്. അതിനുശേഷം ഇതാ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഒരുക്കി തന്നില്ലയോ. അതെ, അലം നജഅലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ, ജീവിക്കുവാൻ ആവശ്യമായ സർവ്വതും ഒരുക്കിക്കൊണ്ട് ഭൂമിയെ നാം ഒരുക്കിയില്ലയോ. ഇനി ആ ഭൂമിയിൽ നീ മരിച്ചുപോയാലോ നിന്നെ ഉൾക്കൊള്ളാൻ പാകത്തിന് ആ ഭൂമിയെ നാം സംവിധാനിച്ചില്ലയോ. അലം നജഅലിൽ അർള കിഫാതാ അഹ്യാഅൻ വ അംവാതാ, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ ഭൂമി മതി. ജീവിക്കുന്നവനും ഭൂമി മതി. ഇനി മരിച്ചാലോ മണ്ണ് മാന്തി അതിനടിയിലേക്ക് കുഴിച്ചിട്ടാൽ മതി. അപ്പോ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ മതിയായ രൂപത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ചില്ലയോ. പിന്നെ മനുഷ്യ ജീവിതത്തിന്റെ വഴി അല്ലാഹു എളുപ്പമാക്കി തന്നില്ലയോ. എല്ലാവരുടെയും ജീവിത വഴി റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നില്ലയോ. ഇനി ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന് പ്രതീക്ഷിക്കാനുള്ളത് മരണമാണ്. അതുകൊണ്ട് ഇനി മരിച്ചവൻ ഖബറിലായാൽ മതി.
ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ ഉറപ്പിക്കാനുള്ളത് ഖബറാണ്, മരണമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, സുമ്മ അമാതഹു ഫഅഖബറഹ്. ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി മരിച്ചാൽ മതി, അവന് മരണമാണ് അവന്റെ മുന്നിലുള്ളത്. ഉറപ്പായും അവരിലേക്ക് വരുന്നത് മരണമാണ്. അൽ മൗതു ലാ ശക്ക ആതിൻ ഫസ്തഇദ്ദ ലഹു ഇന്നൽ ലബീബ ബിദിക്രിൽ മൗതി മശ്ഗൂലു فكيف يلهو بعيش أو يلذ به من التراب عليه عينيه مجعول الموت മരണം ലാ ശക്, ഒരു സംശയവുമില്ല, അത് വരിക തന്നെ ചെയ്യും. ഫസ്തഇദ്ദ ലഹു, അതിനു വേണ്ടി ഒരുങ്ങിയിരുന്നു കൊള്ളുക. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് ആവശ്യപ്പെട്ടത് മരിക്കാൻ ഒരുങ്ങിയിരുന്നു കൊള്ളുക. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്നൽ ലബീബ ബിദിക്രിൽ മൗതി മശ്ഊലു. ബുദ്ധിയുള്ളവൻ, ലബീബ് ലുബുള്ളവൻ, കാമ്പുള്ളവൻ, ബുദ്ധിയുള്ളവൻ. ആരാണ് ബുദ്ധിയുള്ളവൻ? എൻട്രൻസ് പാസ്സായവനല്ല, LLB പാസ്സായവനല്ല, MBBS എടുത്തവനല്ല, അതല്ലെങ്കിൽ ബിസിനസ് വിജയിപ്പിച്ചവനല്ല, മില്യനേഴ്സ് അല്ല, ബില്യനേഴ്സ് അല്ല. നേരെ മറിച്ച് ലബീബ് എന്ന് പറഞ്ഞാൽ, ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ബിദിക്രിൽ മൗതി മശ്ഗൂലു, അവൻ മരണചിന്തയിൽ മശ്ഗൂലായ, ശുഗലായവനാണ്, മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കുന്നവനാണ്. فكيف يلهو بعيش أو يلذ به من التراب عليه عينيه مجعول. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു വെക്കേഷൻ കിട്ടിയാൽ അടിച്ചു പൊളിക്കണമെന്നോ? അങ്ങനല്ലേ? എന്റർടൈൻമെന്റ്, അതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അടിച്ചു പൊളിക്കൽ, അതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചോദിക്കുകയാണ്, ഫകൈഫ് യൽഹൗ ബിഐശിൻ ഔ യലിദ്ദു ബിഹി, എങ്ങനെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്ത് അടിച്ചു പൊളിക്കാൻ കഴിയുക? എന്ത് സാധ്യതയാണ് ദുനിയാവിൽ നിന്നുള്ളത്? നടന്നു പോകുന്ന വഴിയിൽ ഒരു ലോറി മറിയുമ്പോൾ അതിനടിയിൽപ്പെട്ട് 4 പേര് മരിക്കണം. വാഹനം ഓടിച്ചു പോകുമ്പോ ആ പോകുന്ന പോക്കിൽ മരിക്കണം. വെറുതെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അറ്റാക്ക് വന്ന് മരിക്കണം. ചെറിയൊരു വേദന വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ വന്ന് മരിക്കണം. ഇങ്ങനെ മരണമുറപ്പാകുന്ന ലോകത്ത്, മരിക്കുമെന്നുറപ്പുള്ള ലോകത്ത് ഏതു സമയവും ഓടി വരുന്ന മരണം, അല്ലെങ്കിൽ മനുഷ്യൻ ഓടിച്ചെല്ലും മരണത്തിലേക്ക് മനുഷ്യൻ ഓടിച്ചെല്ലും. അള്ളാഹു നിശ്ചയിച്ച ഇടത്ത്, അള്ളാഹു തീരുമാനിച്ച സ്ഥലത്ത്. ഖുർആൻ പറഞ്ഞില്ലേ, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെ വെച്ച് മരിക്കുമെന്ന വിവരം ഒരാളുടെ കയ്യിലും ഇല്ലല്ലോ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങളുടെ മരണത്തിന്റെ കണക്ക് നമ്മുടെ പക്കലാണല്ലോ. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജലാ. നിങ്ങളുടെ മരണത്തിന്റെ തീയതിയും സമയവും സെക്കൻഡും മൈക്രോ സെക്കൻഡും സ്ഥലവും കൃത്യമായി കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടു പോയല്ലോ. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നല്ലോ. അതുകൊണ്ട് ആ നേരമാകുമ്പോൾ, ആ സമയമാകുമ്പോൾ, ഇദാ മാ ഹിമാമുൽ മർഇ കാനാ ബിബൽദത്തിൻ ദഅത്ഹു ഇലൈഹാ ഹാജതൻ ഫയതീറു. ആ സമയമാകുമ്പോൾ, സമയമായ മരണം നിശ്ചയിക്കപ്പെട്ട ഇടത്തിലേക്ക് ഒരാൾ ഇങ്ങനെ പറന്നു ചെല്ലുകയാണ്. വെറുതെ വീട്ടിലിരുന്നവൻ ബൈക്കെടുത്ത് പായുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? മരണത്തിലേക്കാണ്. വെറുതെ വീട്ടിലിരുന്നവൻ വയനാട്ടിലേക്ക് ടൂർ പോവുകയാണ്. ആ രാത്രി തന്നെ മലയിടിഞ്ഞു വരികയാണ്. മനസ്സിലാക്കണം, കൊണ്ടോട്ടിയിലുണ്ടായിരുന്ന മനുഷ്യൻ, പുളിക്കലുണ്ടായിരുന്ന മനുഷ്യൻ വണ്ടിയെടുത്ത് പോവുകയാണ്. എങ്ങോട്ട്? മരിക്കാൻ. കാരണം മരണം അവിടെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇദാ മാ ഹിമാമുൽ മർഇ കാനാ ബിബൽദത്തിൻ ദഅത്ഹു ഇലൈഹാ ഹാജതൻ ഫയതീറു. ഏതൊരു മനുഷ്യനും മരണം നിശ്ചയിക്കപ്പെട്ട സമയമായാൽ ആ സ്ഥലത്തേക്ക് അവൻ ഫയതീറു, നടന്നല്ല ചെല്ലുന്നത്, പറന്നു ചെല്ലും. ആ പറന്നു ചെല്ലുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന മരണം ഉറപ്പായ മനുഷ്യരെ, എന്തടിസ്ഥാനത്തിലാണ് നീ ആനന്ദിക്കാൻ പോകുന്നത്? ഏതടിസ്ഥാനത്തിലാണ് നീ എന്റർടൈൻമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആഘോഷിക്കാൻ, ജീവിതം ഘോഷിക്കാൻ തീരുമാനിക്കുന്നത്? കാരണം അടുത്ത സെക്കൻഡിൽ നിന്റെ അവസ്ഥ മിനത്തുറാബി അലൈഹി ഐനൈഹി മജ്ഊലു, നിന്റെ കൺകുടിയിൽ മണ്ണു നിറയാനുള്ളതാണ്. അടുത്ത നിമിഷത്തിൽ, അടുത്ത ദിവസത്തിൽ നിന്റെ കൺകുടിയിൽ കണ്ണ് അഴുകിപ്പോയിട്ട് ആ അഴുകിയ ആ കൺകുടിയിലേക്ക് മണ്ണ് നിറഞ്ഞ് ഖബറിൽ കിടക്കാനുള്ളവനാണു നീ. ആ ഒരവസ്ഥയിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്ത് ഏത് മാനദണ്ഡത്തിലാണ്, ഇവിടെയാണ് അടിച്ചു പൊളിക്കേണ്ടത് എന്ന് പറയാൻ കഴിയുന്നത്, ഇവിടെയാണ് ആഘോഷമെന്ന് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ
ഒന്ന് ഇരുന്നാലോചിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്കുണ്ടാകേണ്ട ചില അടിസ്ഥാനപരമായ അറിവുകളുണ്ട്. ആ അറിവെന്തെന്ന് ചോദിച്ചാൽ, ഭൗതിക ലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ജീവിതം എന്തിനു തന്നു? താൽക്കാലികമായ ജീവിതം, നൈമിഷികമായ ജീവിതം എന്തിനു തന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തിനാണ് അല്ലാഹു ഇതൊക്കെ പടച്ചത് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് റബ്ബ് കൃത്യമായ മറുപടി പറഞ്ഞു തരുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖാലിഖാണെന്ന് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഹയാത്തിനെ പടച്ചവനാണ്, ജീവിതം പടച്ചവനാണ്, ജീവിതം തന്നവനാണ്, ജീവനെ ഒരുക്കിയവനാണ്. വിശാല വിസ്തൃതമായ ഈ ലോകത്ത് തന്നെ, ഈ പ്രപഞ്ചത്തിൽ തന്നെ ജീവന്റെ സാന്നിധ്യം ഏറ്റവും അധികമുള്ളത് ദുനിയാവിലാണ്. അഥവാ ഈ ദുനിയാവിലെ ലോകത്ത് ഈ ഭൂമിയിൽ മാത്രമാണ് ഏറ്റവും അധികം ജീവസാന്നിധ്യമുള്ളത്. അതിനപ്പുറം ജീവസാന്നിധ്യമുണ്ടോ എന്നുള്ളത് പഠിക്കുകയാണ്, അന്വേഷിക്കുകയാണ് മനുഷ്യന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഭൂമിയിൽ ജീവസാന്നിധ്യം മനുഷ്യൻ ഉറപ്പിച്ചുവല്ലോ. ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ കോടാന കോടി ജീവജാലങ്ങളെ സംവിധാനിച്ചല്ലോ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു പറയാണ്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, കാണാവുന്ന തൂണുകളില്ലാതെ ആകാശത്തെ പടച്ചവനാണ് അല്ലാഹു. കാണുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ പടച്ചവനാണ് അല്ലാഹു. വൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബികും, നിങ്ങൾ വസിക്കുന്ന ഈ ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകുമെന്നതിനാൽ, ചരിഞ്ഞു പോകുമെന്നതിനാൽ ഈ മുട്ടയുടെ ആകൃതിയുള്ള ഭൂമി, ആ ഭൂമിയുടെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പർവ്വതങ്ങൾ നാട്ടിയവനാണ് അല്ലാഹു. വൽഖാ ഫിൽ അർളി റവാസി അൻ തമീദ ബികും, അതിശീഘ്രം പല നിലക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതിവേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ പർവ്വതങ്ങളെ നാട്യവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, അതേ ചന്ദ്രനിൽ പോയിട്ട് ഒരൽപ്പം വെള്ളമോ അല്ലെങ്കിൽ ജീവന്റെ അംശമോ ഉണ്ടോ എന്ന് നിങ്ങൾ ഗവേഷണ മനനം നടത്തുന്ന വേളയിൽ അതേ നിരാശരായി നിങ്ങൾ മടങ്ങിപ്പോരുമ്പോ ചൊവ്വയിലേക്ക് എത്തി നോക്കി അവിടെ ജീവന്റെ അംശമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നിരാശരായി മടങ്ങിപ്പോരുമ്പോ കോടാന കോടി ജീവജാലങ്ങളെ കൊണ്ട് ഭൂമിയെ നിറച്ചവനാണ് അല്ലാഹു. എല്ലാത്തരം ദാബത്തുകളെയും ജീവജാലങ്ങളെയും ഭൂമിയിൽ വാരി നിറച്ചവനാണ് അല്ലാഹു. വാനലോകത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നവനാണ് അല്ലാഹു. എന്ന് മാത്രമല്ല, അത് ഭൂമിയിൽ വന്ന് പതിച്ച് ഭൂമി തളിർത്ത് അതേ നിരവധി സസ്യലതാദികളെ മുളപ്പിച്ചു തന്നു. അതേ നിങ്ങളുടെ ആഹാരത്തിന്റെ അടിസ്ഥാനമായ സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവനാണ് അല്ലാഹു. അങ്ങനെ വിശാല വിസ്തൃതമായ ഭൂമിയെയും അതേ അനന്തകോടി നക്ഷത്രങ്ങളുള്ള ആകാശത്തെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും സർവ്വതിനെയും ചൂണ്ടിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. എണ്ണിയാലൊടുങ്ങാത്ത ആകാശലോകത്ത് വാരി വിതറപ്പെട്ട നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ജീവിക്കുമ്പോൾ, AI ടെക്നോളജികൾ ഉപയോഗിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ, നിങ്ങൾ അറിവിന്റെ അനന്ത സാധ്യതകൾ നേടിയെന്ന് അവകാശപ്പെടുന്ന ലോകത്ത് വെച്ചുകൊണ്ടും നിങ്ങളോട് ചോദിക്കട്ടെ, ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നെനിക്ക് കാണിച്ചു തരുമോ? പക്ഷേ ഒരു ഈച്ചയെ പോലും ആരും ഇതുവരെയും പടച്ചിട്ടില്ല. അതെ, ഒരു ഈച്ചയെ പോലും ഇതുവരെ ലോകത്താരും പടച്ചിട്ടില്ല. പിന്നല്ലയോ പൂച്ച, പിന്നല്ലയോ അതിന്റെ മുകളിലുള്ളത്. ഒരു ഈച്ചയെ പോലും ഇന്ന് വരെ ലോകത്താരും പടച്ചിട്ടില്ല എങ്കിൽ
റബ്ബ് സുബ്ഹാനഹു വ തആല ഖാലിഖാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പിച്ച് പ്രഖ്യാപിച്ചതിനു ശേഷം അവന്റെ ഖൽഖിൽപ്പെട്ടതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ജീവിതവും മരണവും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ജീവിതത്തെ പടച്ചതല്ലയാണ്, മരണത്തെ പടച്ചതല്ലയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന് ഒടുക്കമുണ്ട്, മരണമുണ്ട്. മരണത്തിനും മരണമുണ്ട്, മരണത്തിനും മരണമുണ്ടെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഹയാത്ത്, അല്ലാഹുവിന്റെ സൃഷ്ടി തന്നെയാണ് മൗത്ത്. അതുകൊണ്ട് തന്നെ മൗത്തിന് ഹയാത്തിന് മൗത്തുണ്ട്, മൗത്തിനും മൗത്തുണ്ട്. അതുകൊണ്ടാണ് നാളെ ആഖിറത്തിലെത്തിയാൽ മനുഷ്യരെ മുഴുവനും അല്ലാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ മൗത്തിനെ അല്ലാഹു കൊന്നുകളയുമെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലയോ? അതുകൊണ്ടല്ലേ ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റബ്ബ് പറഞ്ഞത് ലാ യമൂതു ഫിഹാ വലാ യഹ്യാ. നരകത്തിൽ വീഴുന്ന മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. ലാ യമൂതു ഫിഹാ വലാ യഹ്യാ. പിന്നെങ്ങോട്ട് മരണമില്ല, എന്നാൽ സ്വസ്ഥമായ ജീവിതവും ഇല്ല. അപ്പൊ മരണം പോലും മരിക്കുന്നൊരു ദിവസമുണ്ട്, മരണത്തെ അല്ലാഹു കൊല്ലുന്നൊരു ദിവസമുണ്ട്. ആ രൂപത്തിൽ ഖൽഖായി അല്ലാഹുവിന്റെ പടപ്പായി ജീവിതവും മരണവും നിശ്ചയിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരം അതേ ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ഏറ്റവും നല്ലത് ആരാണ് ചെയ്യുന്നത് എന്ന പരീക്ഷണമാണ്. ഏറ്റവും നല്ലത് ആരാണ് ചെയ്യുന്നത് എന്ന പരീക്ഷണമാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ലത് എന്താണെന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. ആ ഏറ്റവും നല്ലത് ചെയ്യുന്നവനാണ് ആഖിറത്തിൽ രക്ഷയെന്ന് ഖുർആൻ പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഏറ്റവും നല്ലത് ആവാഹിച്ചവനാരോ, ഏറ്റവും നല്ലത് നേടിയവനാരോ, അവര് മാത്രമാണ് ആഖിറത്തിലെ വിജയമെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നത്. മനസ്സിലാക്കണം, സ്വർഗത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് വന്ന മനുഷ്യര്, നമ്മുടെ ഉപ്പ സ്വർഗത്തിൽ ജീവിച്ചയാളാണ്, നമ്മുടെ ഉമ്മ സ്വർഗത്തിൽ ജീവിച്ചയാളാണ്. ആ സ്വർഗത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം തിരിച്ചല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം അതിന്റെ കാരണമൊന്നും ഞാൻ പറയണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആ ഭൂമിയിലേക്ക് വന്നതിനു ശേഷം അല്ലാഹു ആദം സന്തതികളോട് പറഞ്ഞത് ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും ആ പിശാച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ, അവൻ പണിയെടുത്ത് അധ്വാനിച്ച് ഉപ്പക്കും ഉമ്മക്കും സ്വർഗം നഷ്ടപ്പെടുത്തിയതുപോലെ ആദമിന്റെ മക്കളെ, നിങ്ങളെ അവൻ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, ആ വിഷയത്തിൽ അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭൗതിക ലോകത്ത് പിശാചിന്റെ കെണിവലയിൽ പെട്ടുപോകാതെ, പൈശാചികമായ ചിന്തയിൽ പെട്ടുപോകാതെ ശുദ്ധമായ ജീവിതം നയിക്കേണ്ടതുണ്ട്. ആ ശുദ്ധമായ ജീവിതം നയിച്ച് ഈ ദുനിയാവിന്റെ എല്ലാവിധ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് രക്ഷപ്പെട്ടവനായി അല്ലാഹുവിന്റെ മുന്നിലെത്തേണ്ടതുണ്ട്. അങ്ങനെ ആ റബ്ബിന്റെ മുന്നിലെത്തുന്ന നാളിനാണ് ആഖിറത്ത് എന്ന് പറയുന്നതെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിചാരണ ചെയ്യുന്ന നാളെന്ന് പറയുന്നതെങ്കിൽ, ആ നാളിനെ കുറിച്ച് ഖുർആൻ വിശദീകരിച്ചത് എത്ര വ്യക്തമായിട്ടാണ്. അതേ പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതേ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് വരികയാണ്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. നിന്റെ റബ്ബ് അതേ വരുന്നു, അല്ലാഹുവിന്റെ മലായികത്തുകൾ അണിയണിയായി വരുന്നു. വജീഅ യൗമഇദിൻ ബിജഹന്നം. അല്ലാഹുവിന്റെ സൃഷ്ടികായ, അല്ലാഹുവിന്റെ പടപ്പായ അതേ ഏറ്റവും ശക്തിയുള്ളതായ നരകവും വലിച്ചുകൊണ്ട് നാളെ മഹ്ശറയിൽ വരുന്നു. ആ സന്ദർഭത്തിൽ പരകോടി മനുഷ്യരെ ഖബറുകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹു വിളിച്ചുകൊണ്ടുവരുന്നു. ഈ മഹാപ്രപഞ്ചത്തിന്റെ സർവനാശത്തിനു ശേഷം സർവ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ടുവരികയാണ്. അത് ഖുർആൻ വളരെ കൃത്യമായി മുഫസ്സലുകളായ സൂറത്തുകളിലൂടെ പറഞ്ഞു തന്നു. ആകാശം തകരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഭൂമി അത് തകരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. സർവ്വതും അല്ലാഹു പറഞ്ഞു തന്നു. നാളിതുവരെയും വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസ്വാബിഹാ, നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒന്നാൻ ആകാശം, അതിനപ്പുറമുള്ള ആകാശങ്ങൾ, യൗമ തകൂനു സമാഉ കൽമുഹിൽ, ആകാശലോകം നിദാ ഉരുകി ഒഴുകുന്ന ദിവസം വരാനുണ്ട്. യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസും ഫലാ തന്തസിറാൻ. ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെ, നിങ്ങളുടെ നേരെ
വാനലോകത്ത് നിന്ന് അതേ നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോൾസുകളായി രൂപപ്പെട്ട് അതിന്റെ പ്രകാശമറ്റ് യുർസലു അലൈക്കുമാ ശുവാദും മിൻ നാരിൻ വനുഹാസ്, കറുകറുത്ത കരിമ്പുകകളും തീനാളങ്ങളുമായി ഭൂമിയിലേക്ക് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. മാത്രമല്ല ഇദശംസു കുവ്വിറത്ത്, അതേ നിങ്ങൾക്ക് ലൈറ്റ് നൽകുന്ന, വെളിച്ചം നൽകുന്ന, ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യന്റെ പ്രഭയേറ്റുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഇരുളിലായി പോകുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ സൂര്യന്റെ പ്രഭയേറ്റു പോയാൽ വഖസഫൽ ഖമർ, ആ സൂര്യന്റെ പ്രഭ ഏറ്റുകൊണ്ട് പ്രതിഫലിക്കുന്ന ചന്ദ്രൻ, ആ സൂര്യന്റെ ആ പ്രഭയേറ്റുകൊണ്ട് ഒരു കണ്ണാടി പോലെ പ്രകാശിക്കുന്ന ചന്ദ്രൻ, ആ സൂര്യന്റെ പ്രഭയേറ്റു പോകുന്നതോടെ വഖസഫൽ ഖമർ, ചന്ദ്രന്റെ പ്രഭയും മറ്റുപോകുമെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും കൂട്ടിയിടിക്കപ്പെടുന്ന ദിവസമുണ്ടെന്ന് പറഞ്ഞുവല്ലോ. എന്ന് മാത്രമല്ല വാനലോകത്ത് അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ നടക്കുമ്പോൾ ഭൂമി അതിന്റെ പ്രകമ്പനം അഥവാ ഏറ്റവും വലിയ ഭൂകമ്പം സംഭവിക്കുന്ന നാളിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലയോ? ഈ ഭൂമിയിലുള്ള വലിയ വലിയ കൂറ്റൻ പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെ പർവ്വതങ്ങൾ പാറിപ്പോകുന്ന ദിവസമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഭൂമിയിൽ നിന്ന് പർവ്വതങ്ങൾ അടർന്നു മാറി പരസ്പരം അടിച്ചു തകർക്കപ്പെടുന്ന ദിവസമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സർവ്വതും നശിക്കുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ, സർവനാശമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആധുനിക ലോകത്ത് അതേ അതിവിശാലമായ പഠനം നടത്തുന്ന, ശാസ്ത്രീയ ഗവേഷണം നടത്തുന്ന ആളുകൾ ഇന്ന് ലോകത്തോട് പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ സർവനാശം 500 കൊല്ലങ്ങൾക്കുള്ളിൽ ഈ പ്രപഞ്ചം അസ്തമിച്ചു പോകുമെന്ന് ISRO വിദഗ്ധൻ പറയുമ്പോ, സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമ്പോ, അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ വിശാരദന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഭൂമിയെയും ആകാശത്തെയും വിലയിരുത്തിക്കൊണ്ട് സർവനാശത്തെക്കുറിച്ച് പ്രവചിക്കുമ്പോ ഖുർആൻ പറഞ്ഞു കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കാനുള്ളതാണ്. ആ നാശത്തോടെ എല്ലാം തീർന്നു എന്നല്ല ഖുർആൻ പറഞ്ഞത്. നേരെ മറിച്ച് ശാസ്ത്രലോകം പറഞ്ഞത് അതോടെ എല്ലാം തീർന്നു എന്നാണ്. ഖുർആൻ പറഞ്ഞത് അല്ല, അതോടെ എല്ലാം തീരുകയല്ല. കാഹളത്തിൽ രണ്ടാമത് മൂത്തുണ്ടാകും. ആദ്യത്തിൽ എങ്ങനെയാണോ ഈ പ്രപഞ്ചം വികസിച്ചത്, പ്രപഞ്ചം രൂപപ്പെട്ടത്, സൂര്യനുണ്ടായത്, ചന്ദ്രനുണ്ടായത്, അതുപോലെ സർവനാശത്തിനു ശേഷം കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ആകാശഭൂമികളല്ലാത്ത നിലയിൽ മറ്റൊരു രൂപത്തിൽ ഇത് രണ്ടാമത് റീഫോം ചെയ്യപ്പെടും. അതാണ് റബ്ബിന്റെ ഒരു സ്വഭാവം. അള്ളാഹുവിന്റെ ഹിക്മത്ത് എങ്ങനെയാണ്, പടച്ചവന്റെ ഇടപെടൽ എങ്ങനെയാണ്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, ഇന്ന് കാണുന്ന ആകാശഭൂമികളല്ലാത്ത രൂപത്തിൽ മറ്റൊരു രൂപത്തിൽ രണ്ടാമത് ഈ ആകാശവും ഭൂമിയും അള്ളാഹു റീഫോം ചെയ്യുകയാണ്. അതിനുശേഷം കാഹളത്തിൽ രണ്ടാമതും ഊതപ്പെടുമ്പോ അവരവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്, തലപൊക്കി നോക്കുകയാണ്. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ ബഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഖബറുകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ എഴുന്നേറ്റ് വന്ന് തലയിലെ മണ്ണ് തട്ടിയിട്ടവർ പറയുകയാണ്, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ രണ്ടാമത് വിളിച്ചുണർത്തിയത് എന്നവർ ചോദിക്കുകയാണ്. അധികം താമസിയാതവർക്ക് മനസ്സിലാകുന്നു ഇത് ഒരിക്കലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല. കാരണം ഞാൻ ജീവിച്ചിരുന്നപ്പോൾ വാപ്പാന്റെ കബറടക്കിയത് ഞാനാണ്, വല്ലുപ്പാന്റെ കബറടക്കിയത് ഞാനാണ്, വല്ലുമ്മാനെ മയ്യത്ത് കുളിപ്പിച്ചത് ഞാനാണ്. അതാ വല്ലുപ്പ അടുത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു, വാപ്പ ഇപ്പുറത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു, എളാപ്പ ഇപ്പുറത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നു ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ദിവസത്തിൽ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഒരാളും തുണിയുടുത്തിട്ടില്ല, ആരും ചെരുപ്പ് ധരിച്ചിട്ടില്ല, ആരും ചേലാഗ്രഹം ചെയ്തിട്ടില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ വിളിയാളം ഉണ്ടാകുമ്പോ
ആരും വിസമ്മതം കാണിക്കുന്നില്ല. കൂട്ടത്തോടെ വിളികേട്ട ഭാഗത്തേക്ക് മനുഷ്യൻ ഒഴുകുകയാണ്. കന്നഹും ജറാദും മുന്തസിർ, പരന്നു പറക്കുന്ന വെട്ടുകിളികളെ പോലെ കൂട്ടം കൂട്ടമായി മനുഷ്യരിതാ ഓരോ ഖബർസ്ഥാനിൽ നിന്നും എഴുന്നേറ്റ് വരികയാണ്. നമ്മുടെ പുളിക്കല്ല ഖബർസ്ഥാനിൽ ആയിരക്കണക്കിന് മനുഷ്യരെ ഖബറടക്കിയിട്ടുണ്ട്, അല്ല 10,000-കണക്കിന് മനുഷ്യരെ ഖബറടക്കിയിട്ടുണ്ട്. ഇനിയും നിരവധി ആളുകളെ ഖബറടക്കാനുണ്ട്. ഒരു കൂട്ടം ആളുകൾ പുളിക്കൽ മഹലിൽ നിന്ന് അല്ലെങ്കിൽ പുളിക്കൽ മഖബറയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ഇതാ വിളിവേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. തൊട്ടപ്പുറത്ത് ഇതാ കോട്ടപ്പടിയിൽ നിന്നോ അതല്ലെങ്കിൽ മഞ്ചേരിയിൽ നിന്നോ അവിടെയുള്ള ഖബർസ്ഥാനുകളിൽ നിന്നോ ആളുകളെല്ലാം കൂട്ടത്തോടെ എഴുന്നേറ്റുകൊണ്ട് കന്നഹും ജറാദും മുന്തസിർ, അവര് ഇതാ കൂട്ടത്തോടെ പരന്നു പറക്കുന്ന വെട്ടുകിളികളെ പോലെ എഴുന്നേറ്റ് ചെല്ലുകയാണ്, റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അവിടെയാണ് റബ്ബ് പറഞ്ഞത് വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. ആ ദിവസത്തിലാണ് നരകം വലിച്ചു കൊണ്ടുവരുന്നത്. സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. പരകോടി മനുഷ്യർക്കിടയിലേക്ക് നരകം ഇങ്ങനെ കൊണ്ടുവരുമ്പോ നരകത്തിന്റെ അട്ടഹാസങ്ങളും അതിന്റെ തിളക്കലും മനുഷ്യരിങ്ങനെ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണ് തുറന്നു നോക്കാൻ പോലും അവർക്ക് ധൈര്യമില്ല. നേരെയൊന്ന് നരകത്തിലേക്ക് നോക്കാൻ പോലും അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ പാളിപ്പാളി അവർ നരകത്തിലേക്ക് നോക്കുന്ന വേളയിൽ അവിടെ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഹിസാബ് നടത്തുന്ന ദിവസത്തിൽ, ആ ദിവസത്തിന്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞത്, അല്ലാഹു വിശദീകരിച്ചത്, ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. സമ്പത്തൊന്നും ഉപകരിക്കൂല, സമ്പത്തൊന്നും ഉപകരിക്കുകയില്ല, മക്കളൊന്നും ഉപകരിക്കുകയില്ല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. സമ്പത്ത് ഉപകരിക്കാത്ത ദിവസമാണ്, സന്താനം ഉപകരിക്കാത്ത ദിവസമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മുടെ വിഷയത്തിന്റെ അടിസ്ഥാനം അവിടെയാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട കൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയവനല്ലാതെ രക്ഷയില്ലാത്ത ദിവസമാണെന്ന് ഖുർആൻ. അതേ, സലീമായ കൽബുമായി വന്നവനല്ലാതെ രക്ഷയില്ലെന്ന് ഖുർആൻ. എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം തൗഹീദ് പറയുന്നത്? എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്? എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം തെരുവുകളിൽ പ്രസംഗിക്കുന്നത്? എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്? അത് ദുനിയാവിലെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ കണ്ടുകൊണ്ടല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട കൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയവനല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. വാപ്പ എവിടെയുണ്ട്, ഉമ്മ എവിടെയുണ്ട്, മക്കൾ എവിടെയുണ്ട്, മാതാപിതാക്കളും ബന്ധുജനങ്ങളും അവിടെയുണ്ട്, സ്നേഹിതന്മാരെവിടെയുണ്ട്? ഖുർആൻ പറഞ്ഞല്ലോ, ആ റബ്ബിന്റെ മുന്നിൽ സലാമത്തുള്ള കൽബുമായി ചെല്ലാത്ത വാപ്പയാണെങ്കിൽ, വാപ്പയുടെ കൽബ് സലാമായ കൽബല്ലെങ്കിൽ, ഉമ്മയുടെ കൽബ് സലാമായ കൽബല്ലെങ്കിൽ, സഹോദരന്റെ കൽബ് സലാമായ കൽബല്ലെങ്കിൽ, അതേ അവിടെ അവർ ഉപകരിക്കില്ലെന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞില്ലയോ, യൗമ തകൂനുസ് സമാഉ കൽമുഹിൽ വതകൂനുൽ ജിബാലു കൽഇഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുബി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ അല്ലാഹു വിശദമായി പറഞ്ഞില്ലയോ, നാളെ ആഖിറത്തിലെത്തിയാൽ ലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഉറ്റ ചങ്ങാതി തന്റെ കൂട്ടുകാരനെ അന്വേഷിക്കൂല. ദുനിയാവിൽ ചങ്ക് ബ്രോയായിരുന്നു, ഏത് കൊള്ളരുതായ്മക്കും കൂട്ടിക്കൊണ്ടുപോയവനായിരുന്നു, അതേ രാത്രിയും പകലും ഒന്നിച്ചു നടന്നവനായിരുന്നു. പക്ഷേ ആഖിറത്തിലെത്തിക്കഴിയുമ്പോൾ ഉറ്റ ചങ്ങാതി കൂട്ടുകാരനെ അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ഖുർആൻ തുറന്നുകൊണ്ട് പറയുന്നു. എന്തേ? കാണാത്തത് കൊണ്ടാണോ? കോടാന കോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന നാളിൽ പരസ്പരം കണ്ടുമുട്ടാതെ പോയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നൂറ്റാണ്ടുകൾ ഖബറിൽ കിടന്ന് മറന്നുപോയത് കൊണ്ടാണോ? ഒരിക്കലും അല്ല.
മാത്രമല്ല യുബസ്സറൂനഹും, അവരെ കാണും, അവർ പരസ്പരം കാണും, ആഖിറത്തിൽ അവർ അന്യോന്യം കാണും. പക്ഷേ അതേ ആ ദിവസത്തിൽ യുബസ്സറൂനഹും, ആ ലോകത്ത് ആഖിറത്തിൽ പരസ്പരം അവർ കാണുമ്പോ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസിലതിഹി അല്ലതി തുവീ. പാപിയായി, മഹാപാപിയായി ആഖിറത്തിൽ എഴുന്നേറ്റ് വന്ന ആ മഹാദ്രോഹിയുടെ കൊതി ഖുർആൻ പറയാണ്. അവൻ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവേ എൻ്റെ മക്കളെ നീ എടുത്ത് നരകത്തിലിട്ടോ അല്ലാ, എന്നിട്ട് എന്നെ രക്ഷപ്പെടും അല്ലാ, എൻ്റെ ഇണയെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ ബന്ധുജനങ്ങളെ, എൻ്റെ കൂട്ടുകുടുംബാദികളെ, എൻ്റെ സഹോദരങ്ങളെ, ഇതാ നീ കാണുന്നില്ലേ, ദാ നിൽക്കുന്നത് എൻ്റെ സഹോദരനാണ്, അവനെ എടുത്ത് നരകത്തിലേക്ക് ഇട്ടോ എനിക്ക് പകരം. ദാ നിൽക്കുന്നത് എൻ്റെ മക്കളാണ്, എനിക്ക് പകരം അവരെ സ്വീകരിച്ച് അവരെ നീ ശിക്ഷിക്കുക അല്ലാ, എന്നെ രക്ഷിക്കുക അല്ലാ എന്ന് ഏതൊരു കുറ്റവാളിയും അവിടെ വെച്ച് കൊതിക്കുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. മാത്രമല്ല അവൻ്റെ കൊതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവൻ പറഞ്ഞു പോകുന്നു, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെ ജീവിച്ച സർവ്വ മനുഷ്യരെയും എനിക്ക് പകരം നീ സ്വീകരിച്ച് അവരെ മുഴുവനും നരകത്തിലേക്കിട്ട് എന്നെ രക്ഷപ്പെടുത്തു അല്ലാ എന്ന് പരലോകത്ത് വെച്ചുകൊണ്ട് മഹാപാപികൾ ആഗ്രഹിക്കുമെന്ന് ഖുർആൻ വിശദീകരിച്ചില്ലയോ? അതുകൊണ്ട് തന്നെ ആ നാളിൽ വാപ്പ വരില്ല, ഉമ്മ വരില്ല, ബന്ധുക്കൾ വരില്ല, കൂട്ടുകാർ വരില്ല. എത്രത്തോളം നമുക്കറിയാം. അമ്പിയാക്കളുടെ അവസ്ഥ പോലും പറഞ്ഞത്, യൗമ യദ്ഉ ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള അമ്പിയാക്കളുടെ അവസ്ഥ പോലും നഫ്സി നഫ്സി നഫ്സി, എൻ്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ കാര്യം എന്ന ബേജാറാണ്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ. ഓരോ മനുഷ്യന്റെയും ഹൃദയമിടിപ്പ് അന്ന് ഇടത് നെഞ്ചിൽ കൈവച്ച് നോക്കിയാൽ കേൾക്കില്ല, നേരെ മറിച്ച് ആ കൽബ് പേടിച്ചിട്ട് ഹൃദയം അവിടെ നിന്ന് തെന്നി തൊണ്ടയിലേക്ക് കയറി വരുന്ന ദിവസമാണെന്ന് ഖുർആൻ. ആ ദിവസത്തിൽ ഒരാളും രക്ഷക്കില്ലാത്ത നാളിൽ അല്ലാഹ് പറയുന്നു, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടിയവനല്ല ആദ രക്ഷയില്ല. അപ്പൊ ഒരേ ഒരു കാര്യമേ ദുനിയാവിൽ നമുക്ക് നിർവഹിക്കാനുള്ളൂ, ഖൽബിനെ രക്ഷപ്പെടുത്തുക, ഹൃദയത്തെ രക്ഷപ്പെടുത്തുക. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കൾ, പ്രവാചകന്മാർ, അവർ ആയത്ത് ഓതിക്കൊടുക്കുന്നു, ഹദീസ് ഓതിക്കൊടുക്കുന്നു. എന്നിട്ട് അവരോട് ആ ആയത്തും ഹദീസും പറഞ്ഞു കൊടുത്തിട്ട് എന്താ ചെയ്യുന്നത്? യുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. ഒരു സമൂഹത്തെ മുഴുവനും സംസ്കരിക്കുമ്പോ ആ സമൂഹത്തെ ഒരു മാസ് ടെക്നോളജി ഉപയോഗിച്ചല്ല സംസ്കരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഏറ്റവും ശുദ്ധീകരിക്കുന്നത്. നേരെ മറിച്ച് ഇൻഡിവിജ്വലായി ഓരോ വ്യക്തിയെയും സംസ്കരിക്കുകയാണ്, ഓരോ കൽബുകളെയും സംസ്കരിക്കുകയാണ്. ഓരോ കൽബും നന്നാകേണ്ടതുണ്ട്, ഓരോ ഹൃദയവും സ്ഫുടം ചെയ്യേണ്ടതുണ്ട്. സുന്നി എന്ന, മുജാഹിദ് എന്ന, ജമാഅത്തെ ഇസ്ലാമി എന്ന, തബ്ലീഗ് എന്ന, വിസ്റ്റമെന്ന, അതല്ലെങ്കിൽ മർക്കസുദ്ദഅവ എന്ന, ഹിന്ദുവെന്ന, മുസ്ലിം എന്ന, ക്രിസ്ത്യാനി എന്ന ഒരു വ്യത്യാസവുമില്ലാതെ ലോകത്ത് മനുഷ്യരായി പിറന്ന സർവ്വ മനുഷ്യരും അവർ സ്വയം അവന്റെ കൽബിനെ സ്ഫുടം ചെയ്യുക, അവന്റെ ഹൃദയത്തെ സംസ്കരിക്കുക, അതിലൂടെ മാറ്റമുണ്ടാക്കുക. അതാ റസൂല് പറഞ്ഞത്, അല അറിയണേ, വഇന്ന ഫിൽ ജസദി മുദ്ആ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി പോയി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്, അറിയണേ, അത് ഖൽബാണ്, അത് ഹൃദയമാണ്. അത് ഖൽബാണ്, അത് ഹൃദയമാണ്. എൻ്റെ അങ്കലാവണ്യത്തിലേക്കല്ല അല്ലാഹുവിന്റെ നോട്ടം, എൻ്റെ ആസ്തിയിലേക്കല്ല റബ്ബിന്റെ നോട്ടം. നേരെ മറിച്ച് റസൂല് പറഞ്ഞില്ലയോ, വന്നാസു യൻദുറൂന ഇലാ ലാഹിരിക, ആളുകൾ നോക്കുന്നത് നിനക്കെന്തുണ്ട് എന്നാണ്, ദുനിയാവിൽ നിനക്ക് എത്ര ആസ്തി ഉണ്ട് എന്നാണ്, ഇന്ന് ഏത് സ്ഥാനത്താണ് നീ ഉള്ളത് എന്നാണ്. വന്നാസു യൻദുറൂന ഇലാ ലാഹിരിക, ആളുകൾ നോക്കുന്നത് നിന്റെ ബാഹ്യമായ മോടിയിലേക്കും പ്രൗഢിയിലേക്കും പ്രതാപത്തിലേക്കുമാണെങ്കിൽ, വല്ലാഹു യൻദുറു ഇലാ ഖൽബിക വബാതിനിക, റബ്ബിന്റെ നോട്ടം നിന്റെ ഉള്ളിലേക്കാണ്, നിന്റെ ഖൽബിലേക്കാണ്, നിന്റെ ഹൃദയത്തിലേക്കാണ് റബ്ബ് നോക്കുന്നത്. അതുകൊണ്ടല്ലേ റസൂല് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും, നിങ്ങളുടെ ബാഹ്യരൂപങ്ങളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല, നിങ്ങളുടെ സമ്പത്തിലേക്ക് റബ്ബ് നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, റബ്ബിന്റെ നോട്ടമുള്ളത് നിങ്ങളുടെ ഖൽബിലേക്കാണ്.
നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് റബ്ബിന്റെ നോട്ടമുള്ളത്. നിങ്ങളുടെ ആ കൽബ് സംശുദ്ധമാണോ എന്നാ റബ്ബ് നോക്കുന്നത്. ആ കൽബ് സലീമാണോ എന്നാണ് റബ്ബ് നോക്കുന്നത്. കാരണം സലീമായ കൽബ്, രക്ഷപ്പെട്ട കൽബ്, അതിന് മാത്രമാണ് രക്ഷയുള്ളത്. എപ്പോഴാണ് ഒരു കൽബ് സലീമാകുന്നത്? ഹുവല്ലദീ സലിമ മിനശ്ശിർകി വൽഗില്ലി വൽഹിഖദി വൽഹസദി വശുഹി വൽകിബ്രി വഹുബ്ബി ദുനിയാ വറിയാസ. ഒരു മനുഷ്യന്റെ കൽബ് ശുദ്ധമായ സ്ഫുടം ചെയ്ത കൽബാകുന്നത് ആദ്യമായി ആ കൽബ് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ്. അതുപോലെ തന്നെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ്, കിബറിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ്, അതുപോലെ തന്നെ ഹുബ്ബു ദുനിയാ, ഐഹിക ലോകത്തോടുള്ള ആർത്തിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് ഒരു കൽബ് ശുദ്ധമായ കൽബാകുന്നത്. അതുകൊണ്ട് സലാമത്തുൽ കൽബ്, ഒരു ഹൃദയത്തിന്റെ ശുദ്ധി, അല്ലെങ്കിൽ ആ ഹൃദയം വെടിപ്പായ ഹൃദയമാകണമെങ്കിൽ പണ്ഡിത ലോകം നമുക്ക് വിശദീകരിച്ചു തന്നില്ലയോ? ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ 5 കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കണം. ഒന്ന് മിനശ്ശിർകി യുനാഖിൽ തൗഹീദ്, തൗഹീദിന് എതിരാകുന്ന ശിർക്ക് കലരാൻ പാടില്ല. കൽബിൽ ഒരംശം പോലും ശിർക്ക് കടന്നു വരാൻ പാടില്ല, ഒരൽപ്പം പോലും ശിർക്ക് വരാൻ പാടില്ല എന്നാ നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ഹൃദയത്തിലേക്ക് ഇതാ പെട്ടെന്ന് തന്നെ പിശാച് സ്വാധീനിച്ചുകൊണ്ട് ഇട്ടുകൊടുക്കുന്നത് ശിർക്കാണ്. കാരണം അടിസ്ഥാനപരമായി അവനെ അപകടത്തിലാക്കാൻ, നാളെ ആഖിറത്തിൽ അവനെ തോൽപ്പിക്കാൻ എളുപ്പം കഴിയുന്നത് ശിർക്ക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പല രൂപത്തിലും ശിർക്ക് ആളുകൾക്കിടയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു പിശാച്, പല രൂപത്തിൽ കടത്തിക്കൊണ്ടുവരും. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ നിഅമത്തുകളും അനുഭവിച്ചുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്നവനായി മാറും. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്യുന്നവനായി തീരുമതല്ലേ ഖുർആൻ പറഞ്ഞത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ അവർ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന് കൂറുകാരെ ഉണ്ടാക്കിക്കൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ നമുക്കറിയാം, മുസ്ലിമാണ് അങ്ങനെ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ പോലും അവസാനം അതേ പഠിച്ച് പണ്ഡിതനാകാൻ അവസരം കിട്ടിയവൻ പോലും, അയാൾ പോലും കടന്നു വന്നിട്ട് പറയുന്നത് അതേ 2 കാലിൽ നടന്ന നമുക്കിടയിൽ ജീവിച്ച മടവൂരാണ്, ആ മടവൂരാണ് പടച്ചോനെന്ന് പറയാൻ പോലും മടിയില്ലാത്ത ഇരുകാലികളെ നമ്മൾ കാണുകയാണ്, നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ കാണുകയാണ്. അതെ, അവരാണ് മുദബ്ബിറുൽ ആലം. ആര്? കോഴിക്കോട് ജനിച്ചു ജീവിച്ച് മരിച്ചുപോയൊരു മനുഷ്യനാണ് മുദബ്ബിറുൽ ആലം, ഈ മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പോലും മടിയില്ലാത്ത ജനത രൂപപ്പെടുകയാണ്. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപജയങ്ങളുണ്ട്, അപവാദങ്ങളുണ്ട്, അപരാധങ്ങളുണ്ട്. റബ്ബിനോട് ചോദിച്ചുകൊണ്ട്, ഇരന്നുകൊണ്ട്, തൗബ നേടിക്കൊണ്ട്, പരിശുദ്ധി നേടേണ്ട മഹാപാപങ്ങൾ ചെയ്തു പോകുന്ന മനുഷ്യർ, മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളോട് ദുആ ചെയ്യുകയാണ്, മടിയില്ല. അള്ളയല്ലാത്തവർക്ക് നേർച്ച നേരുകയാണ്, മടിയില്ല. മമ്പുറത്ത് പോയിട്ട് പൂജ നടത്തുകയാണ്, മടിയില്ല. എർവാടിയിൽ പോയി പൂജ നടത്തുകയാണ്, മടിയില്ല. മുനമ്പത്തെ ബീവി വിളിച്ച് ദുആ ചെയ്യുകയാണ്, മടിയില്ല. ഈ രൂപത്തിലേക്ക് അതപ്പതിച്ചു പോകുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ സംശുദ്ധമായി ശുദ്ധമായ ഫിത്രത്തിൽ അല്ലാഹു പടച്ചിട്ട് ആ ശുദ്ധമായ കൽബ്, ആ കൽബിന്റെ ഉള്ളിൽ ശിർക്ക് കൊണ്ട് മലിനമാക്കുന്ന, അതിനെ കറുപ്പിച്ചു കളയുന്ന, കൽബിനെ മോശമാക്കുന്ന മനുഷ്യരുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു പോവുക, ചത്തുപോവുക എന്ന് പറഞ്ഞാൽ അവന്റെ ശ്വാസം നിലച്ചു പോകുമ്പോഴല്ല. ചില ആളുകൾ, അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലയോ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖുർആൻ പറഞ്ഞില്ലയോ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിച്ചത് കൊണ്ട് അവരുടെ ഖൽബ് റാനായി പോയി എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? റാൻ ആയി അവരുടെ ഖൽബ് മാറി എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അവരുടെ ഖൽബ് റാനായി എന്ന് പറഞ്ഞാൽ പ്രഗൽഭനായ താബിആയ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞത്, റാനുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ, ഖൽബ് റാനായി എന്ന് പറഞ്ഞാൽ ഹിയ മൗത്തുൽ ഖൽബ്, അത് ഖൽബ് ചത്തുപോകലാണ്, ഖൽബ് മരിച്ചു പോകലാണ്. എങ്ങനെയാ ഖൽബ് ചത്തുപോയത്? അവന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, കാതിന് കേൾവിയുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് അവന്റെ ഖൽബ് ചത്തുപോയത്? ശിർക്ക് അവനിലേക്ക് കടന്നു വന്നുപോയി. ഏകനായ റബ്ബിന് മാത്രം നൽകേണ്ടത് റബ്ബല്ലാത്തവർക്ക് അവൻ നൽകിപ്പോയി. അള്ളാഹുവിന് മാത്രം നടത്തേണ്ട ആരാധനകളും പ്രാർത്ഥനകളുമൊക്കെ അള്ളയല്ലാത്തവർക്ക് അവൻ മടിയില്ലാതെ ചെയ്തു പോയി. റാത്തീബ് ചെല്ലുന്നു, മൗലൂദ് ചെല്ലുന്നു, തരീക്കത്തിൽ കൂടുന്നു, അങ്ങനെ പല ജാതി പ്രവർത്തനങ്ങളുമായി അവൻ ഇടപെടുന്നു. മരിച്ചു മൺമറഞ്ഞു പോയ മനുഷ്യരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു, അവിടെ പട്ടിടുന്നു, അവരോട് ദുആ ചെയ്യുന്നു, അവരോട് അവലാദികൾ പറയുന്നു. ഇങ്ങനെ അള്ളയല്ലാത്ത പരശക്തികളോട് അവരെ പ്രാപിക്കുന്ന വൃത്തികെട്ടവരായി മനുഷ്യർ മാറിപ്പോകുന്നു. അങ്ങനെ മനുഷ്യന്റെ ഖൽബിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ഖൽബ് സലാമത്താവുകയില്ല.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിച്ചു പോകാം, കുറ്റങ്ങൾ വന്നു പോകാം. പക്ഷേ ശിർക്കെന്ന പാപം ഒരു മനുഷ്യൻ വന്നു പോയാൽ അവൻ തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, റബ്ബുൽ ആലമീനായ അല്ലാഹു ഒരിക്കലും അത് പുറത്തു കൊടുക്കുന്ന പ്രശ്നമില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ആ ശിർക്കിനു താഴെയുള്ള പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ ചിലപ്പോൾ ഇവൻ ചെയ്ത മറ്റു നന്മകൾ കൊണ്ട് അല്ലാഹു അത് മായ്ച്ചു കൊടുത്തെന്ന് വരാം, അല്ലാഹു അത് വിട്ടുകൊടുത്തെന്ന് വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബൻ യസീറാ, എളുപ്പമുള്ള വിചാരണ നടത്തി തൽക്കാലം അവൻ രക്ഷപ്പെടുത്തി എന്ന് വരാം. എന്നാൽ ശിർക്ക് ചെയ്തുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്നവൻ ആരായിരുന്നാലും അവന് വേണ്ടി വാദിക്കാൻ ആഖിറത്തിൽ ആര് വന്നാലും അല്ലാഹു അവനെ ഖബൂലാക്കൂല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ശിർക്ക് കൊണ്ട് മനസ്സിനെ മലീമസമാക്കിയ മനുഷ്യര് നാളെ ആഖിറത്തിൽ വന്നാൽ ഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി കളഞ്ഞു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണെന്ന് ഖുർആൻ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ഗൗരവം റസൂലുള്ള പഠിപ്പിച്ചു തന്നു, റസൂലുള്ള നമുക്ക് പറഞ്ഞു തന്നു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3 സ്ഥലത്ത് കൊണ്ടുവന്നു. അതിൽ ബാബു ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല എന്ന ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കിതാബു തഫ്സീറിൽ വിശദീകരിക്കുന്ന ഭാഗത്ത് ആ ആയത്തിന്റെ തഫ്സീറിൽ ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഖുത്ബ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൊണ്ടുവരുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ. നിങ്ങൾക്കറിയില്ലയോ 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇറാഖിന്റെ ഊർ പട്ടണത്തിൽ നിന്ന് കാൽനടയായി ഫലസ്തീന്റെ മണ്ണിലേക്ക് അതേ ഹിജ്റ പോയ, അവിടെ നിന്ന് ഈജിപ്ത് വഴി മക്കയിലേക്ക് വന്ന പരിശുദ്ധമായ കഅബാലയത്തിന്റെ അസ്തിവാരങ്ങൾ പടുത്തുയർത്തിയ, അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ സ്വന്തം മകനെ അറുക്കാൻ പോലും മനസ്സുകൊണ്ട് തയ്യാറായതിന് ഒരുങ്ങി വന്ന, അതുപോലെ അള്ളാഹുവിന്റെ മലക്കൂത്തുകളെ കാണാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത ഉലുൽ അസ്മുകളിൽ പ്രധാനിയായ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ആ പ്രവാചകന്റെ സാന്നിധ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി പോലും പറഞ്ഞില്ലേ ഇന്നി ദഅവതു അബി ഇബ്രാഹിം, ഞാൻ പോലും എൻ്റെ ഉപ്പയായ ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞ ഉലുൽ അസ്മുകളിൽ പ്രധാനികളായ ഒരു പ്രധാനിമാരിൽ ഒരാളായ ഖലീലുള്ളാഹ് എന്ന സ്ഥാനം നേടിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നാളെ ആഖിറത്തിൽ പരകോടി മനുഷ്യരിമിച്ചു കൂടുന്ന നാളിൽ സ്വന്തം ഉപ്പയെ കണ്ടുമുട്ടുന്ന രംഗമാ റസൂലുള്ളാഹി പറഞ്ഞു തരുന്നത്. യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതെ ഇബ്രാഹിം നബി സ്വന്തം വാപ്പയെ കണ്ടുമുട്ടുമ്പോ അലാ വജ്ഹി ആസറ ഖതറത്തുൻ വഗബറ, ആ ആസറിന്റെ ശരീരമാസകലം ചെളി പിടിച്ച് പൊടി പിടിച്ച് വിവർണനായി അതേ ഇബ്രാഹിം നബിയുടെ വാപ്പ നിൽക്കുമ്പോ അതേ സർവ്വവിധ അലങ്കാരങ്ങളോടെയും നിൽക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് റസൂൽ പഠിപ്പിച്ചില്ലയോ? ആദ്യമായി ആഖിറത്തിൽ അല്ലാഹു വസ്ത്രം നൽകി ആദരിക്കുന്നത് ഇബ്രാഹിമിനെയാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലയോ? ഇന്നകും നഹ്ശൂറൂന ഖുഫാതൻ ഉറാതൻ ഉർലാ, സർവ്വ മനുഷ്യരും റബ്ബിന്റെ മുന്നിൽ തുണിയില്ലാതെ നഗ്നരായി വന്നു നിൽക്കുന്ന ആ നാളിൽ അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമ, ആദ്യമായി വസ്ത്രം നൽകി ആദരിക്കപ്പെടുന്നത് ഇബ്രാഹിം നബിക്കാണെന്ന് പറഞ്ഞില്ലയോ? അതിന് കാരണവും ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ അതിലേക്ക് പോവുകയല്ല. അങ്ങനെ സർവ്വവിധ ആ വസ്ത്രവും ധരിച്ച് ആ പ്രതാപത്തിന്റെ കുപ്പായമൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ മുന്നിലേക്ക് സ്വന്തം പിതാവ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ സ്വന്തം ഉപ്പയുടെ അവസ്ഥ കണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഓടിച്ചെന്ന് ചോദിക്കുന്നു, ഉപ്പാ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങളെ ഞാൻ ഉപദേശിച്ചില്ലയോ, നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നില്ലയോ, അല്ലാ തഅസുനി, എന്നെ ധിക്കരിക്കരുത് എന്ന്, റഹ്മാനായ റബ്ബിനെതിരെ ചെയ്യരുത് എന്ന്, ശിർക്ക് ചെയ്യരുത് എന്ന്, ഏകനായ റബ്ബിനെ മാത്രം ഇബാദത്ത് നൽകണമെന്ന് സ്നേഹത്തോടെ ഉപ്പാ നിങ്ങളോട് ഞാൻ പറഞ്ഞ നേരത്ത് കല്ലെടുത്തെറിയാൻ വന്നവരല്ലയോ നിങ്ങൾ? ലാർജുമന്നക്ക് നിന്നെ ഞാൻ കല്ലെടുത്തെറിയുമടാ എന്ന് പറഞ്ഞവനല്ലയോ നിങ്ങൾ? ആളുകളുടെ കൂടെ മഹല്ലി നിവാസികളുടെ കൂടെ ചേർന്നുകൊണ്ട് എന്നെ അട്ടിപ്പുറത്താക്കാൻ
എന്നവരല്ലയോ നിങ്ങൾ? അന്ന് ഞാൻ സ്നേഹത്തോടെ ഉപ്പാ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് ചോദിക്കുമ്പോ ബാപ്പ നൽകുന്ന മറുപടി എന്താണ്? മോനെ അൽയൗമ ലാ അസീക്, ഈ ദിവസം ഉപ്പ നിനക്കെതിരെ ചെയ്യില്ലടാ. അന്ന് ഉപ്പക്ക് തെറ്റുപറ്റിയതാണ്, ഉപ്പക്ക് കാര്യം തിരിയാതെ പോയതാണ്. ഇപ്പോൾ ഉപ്പ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, ഉപ്പക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അൽയൗമ ലാ അസീക്, മോനെ ഇനി നീ എന്തു പറഞ്ഞാലും അത് അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണെന്നാ വാപ്പ ഇബ്രാഹിം നബിയോട് പറയുമ്പോ പരകോടി മനുഷ്യർ ദുനിയാവിൽ ജീവിച്ച ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള സർവമാന മനുഷ്യരും നോക്കി നിൽക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇരു കരങ്ങളും ഉയർത്തി റബ്ബിനോട് ചോദിക്കുന്നു, യാ റബ്ബ് ഇന്നക വഅദ്തനീ അല്ലാ തുഖ്സിയനീ യൗമ യുബ്അഥൂൻ, പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഈ ഹശറിന്റെ നാളിൽ എന്നെ വേദനിപ്പിക്കില്ലെന്ന് നീ എനിക്ക് നൽകിയ വാദയല്ലേ, വാഗ്ദാനമല്ലേ? ഫഅയ്യു ഖ്സിൻ അഖ്സാ മിൻ അബിൽ അബഅദ്, എൻ്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ വേറെന്ത് വേദനയാണ് അല്ലാഹ് എനിക്ക് വരാനുള്ളത്? അതുകൊണ്ട് എൻ്റെ വാപ്പ എനിക്ക് തിരിച്ചു തരുമോ എന്ന അർത്ഥത്തിൽ ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിക്കുമ്പോ, അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോ റബ്ബിന്റെ മറുപടി അതാ വരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. എന്താ മറുപടി എന്നറിയുമോ? ഇബ്രാഹിം, ഈ ദിവസം താങ്കൾക്ക് അറിഞ്ഞുകൂടെ? ഇത് മക്കൾ ഉപകരിക്കാത്ത ദിവസമാണ്, മാതാപിതാക്കൾ ഉപകരിക്കാത്ത ദിവസമാണ്. അതെ, ഇന്നല്ലാഹ ഹറമൽ ജന്നത അലൽ കാഫിരീൻ. ഇവിടെ ഇബ്രാഹിമിന്റെ വാപ്പ എന്ന പരിഗണനയില്ല, നൂഹിന്റെ മകൻ എന്ന പരിഗണനയില്ല, ലൂത്തിന്റെ ഭാര്യ എന്ന പരിഗണനയില്ല. ഇവിടെ തൗഹീദുള്ളവനാണ് രക്ഷ. അതല്ലാതെ ബന്ധം പറഞ്ഞു വന്നിട്ട് ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല. കാരണം ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിലെ ബന്ധങ്ങൾ മുഴുവനും ഇവിടെ അറ്റുപോവുകയാണ്. ഇവിടെ സലാമുള്ള ഖൽബ് വേണം, ശിർക്കില്ലാത്ത ഖൽബ് വേണം. അതുകൊണ്ട് തന്നെ മിൻ ശിർക്കിൻ യുനാഖിലു തൗഹീദ്, റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ അതേ തൗഹീദിനെതിരാകുന്ന ചെറുതോ വലുതോ ആയ ശിർക്ക്, സംസാരത്തിലുള്ള ശിർക്ക്, അമലിലുള്ള ശിർക്ക്, വിചാരത്തിലുള്ള ശിർക്ക്, അങ്ങനെ ഒരു തരം ശിർക്കും ഇല്ലാതെ ശുദ്ധമായിരിക്കണം. വബിദ്അത്തിൻ തുഹാലിഫു സുന്ന, സുന്നത്തിനെതിരാകുന്ന ബിദ്അത്തുകളുണ്ട്. ആ ബിദ്അത്തുകൾ മനുഷ്യനെ തോൽപ്പിച്ചു കളയുന്നതാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്ത് നൽകപ്പെട്ടത് മുതൽ അവസാനം വരെ ജനങ്ങളോട് പറഞ്ഞില്ലേ, കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, സർവ്വ വഴികേടുകളും നരകത്തിലാന്ന് പറഞ്ഞില്ലയോ? അതുകൊണ്ട് ബിദ്അത്തിൽ നിന്ന് മുക്തമായ മനസ്സ്, വശഹവത്തിൻ തുഖാലിഫുൽ അംറ, അല്ല കൽപ്പിച്ചതിനെതിരായി അവനവന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞത്, അല്ല പാടില്ല എന്ന് പറഞ്ഞത്, ഇവന്റെ ഇഷ്ടത്തിന് അവന്റെ ശഹവത്തിനനുസരിച്ചിട്ട് അവൻ എങ്ങനെ ചെയ്യുകയാണ്. അതെല്ലാത്തിലുമുണ്ട്. റബ്ബ് ഹറാമാക്കിയ സംഗതികള്, റബ്ബ് വിലക്കിയ കാര്യങ്ങള്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതെ അതിനെതിരായി ചെയ്യുവാനുള്ള ത്വരയുണ്ടോ, ശഹവത്തുണ്ടോ, അത് നല്ല കൽബിന്റെ ലക്ഷണം അല്ല. അള്ളാഹു വിലക്കിയത് അത് വിലക്കിയതായി കണ്ടതിൽ നിന്ന് മാറി നടക്കാതെ അവനവന്റെ ശഹവത്തിനു വേണ്ടി തുഹാലിഫുൽ അംറ, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി കൊണ്ട് ശഹവത്തിന്റെ പിന്നാലെ പോവുക. വഗഫ്ലത്തിൻ തുഹാലിഫു ദിക്റ, അള്ളാഹുവിന്റെ ദിക്റിനെ മറക്കുന്ന രൂപത്തിൽ അതേ ഗഫ്ലത്തിലാവുക, അങ്ങാടിയിലാവുക, ബീച്ചിലാവുക, തോന്നിയാസങ്ങളിലാവുക, ചാറ്റിങ്ങിലാവുക, ഇൻസ്റ്റഗ്രാമിലാവുക, ഫേസ്ബുക്കിലാവുക, വാട്സപ്പിലാവുക. ഗഫ്ലത്തിലാണ്, ലോകവുമായൊരു ബന്ധവുമില്ല, അള്ളാഹുവിന്റെ ദിക്റില്ല, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയില്ല, സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല. ആ രൂപത്തിൽ വഗഫ്ലത്തിൻ തുഖാലിഫു ദിക്റ, ദിക്ർ അള്ളാഹുവിന്റെ സ്മരണ അതിനെതിരാകുന്ന ഗഫ്ലത്തിൽ അകപ്പെട്ടു പോവുക. വഹവൻ യുനാഖിദു തജ്രീദ വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഇല്ലാതെ ഹവയിൽ ജീവിച്ചു പോവുക. ഹവയിൽ ജീവിച്ചു പോകുന്ന നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാകും, മറ്റേ അമലുണ്ടാകും, പക്ഷേ ഇഖ്ലാസ് ഇല്ല. ഒരു ഹവയിൽ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുകയാണ്. ഈ രൂപത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളുണ്ടോ? വഹാദിഹിൽ ഖംസതു ഹുജുബുൻ അനില്ലാഹ്,
അള്ളാഹുവിനെ തൊട്ട് മറച്ചു കളയുന്ന, റബ്ബിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന 5 കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ മുഅ്മിനാണോ, മുസ്ലിമാണോ, വിശ്വാസിയാണോ, ആഖിറത്തിൽ രക്ഷപ്പെടണോ, സലീമായ ഖൽബിന്റെ ഉടമയാകണോ എങ്കിൽ ഒരേ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, വേറൊന്നുമല്ല. നേരെ മറിച്ച് നമ്മുടെ ഖൽബിനെ ശരിയാക്കുക, ഹൃദയത്തെ നന്നാക്കുക. എങ്ങനെയാണ് ഹൃദയത്തെ നന്നാക്കേണ്ടത്? അതെ, നമ്മുടെ ഹൃദയം ഫൽ ഖൽബു ബൈതുർ റബ്ബി ജല്ല ജലാലുഹു ഹുബ്ബൻ വ ഇഖ്ലാസൻ മഅൽ ഇഹ്സാനി. വാരിയെല്ലുകൾ കൊണ്ട് മൂടി അല്ലാഹു സുരക്ഷിതമായി സംരക്ഷിച്ചു വെച്ച ആ ഖൽബ് അതേ റബ്ബിന്റെ വീടായി മാറണം. ഫൽ ഖൽബു ബൈതുർ റബ്ബി ജല്ല ജലാലുഹു. ആ ഖൽബിനെ അല്ലാഹുവിന്റെ വീടാക്കി മാറ്റണം, അല്ലാഹു ഉള്ള ഇടമാക്കി മാറ്റണം. ഖൽബ് അല്ലാഹുവിന്റെ ബൈത്തായി മാറണം, ഖൽബ് അല്ലാഹുവിന്റെ ദാറായി മാറണം. ഫൽ ഖൽബു ബൈതുർ റബ്ബി ജല്ല ജലാലുഹു ഹുബ്ബൻ വ ഇഖ്ലാസൻ മഅൽ ഇഹ്സാനി. ഹൃദയത്തിലേക്ക് റബ്ബിനെ എടുത്തു വെക്കുന്നത് അത് ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, നേരെ മറിച്ച് അള്ളാഹുവിനോടുള്ള മഹബ്ബത്തു, ആ റബ്ബിനോടുള്ള ഇഷ്ടത്താൽ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്താൽ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? മുഅ്മിനാകണമെങ്കിൽ അള്ളാഹുവിനോടുള്ള അദമ്യമായ സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് അവൻ എൻ്റെ കൽബിൽ, എൻ്റെ ഹൃദയത്തിൽ, അത് എൻ്റെ ഹൃദയത്തെ റബ്ബിൻ്റെ വീടാക്കി മാറ്റുമ്പോൾ റബ്ബിനെ അങ്ങേറ്റത്തെ ഹുബ്ബോടെ, സ്നേഹത്തോടെ കൽബിൽ പാർപ്പിക്കാൻ കഴിയണം, ഇഖ്ലാസോടെ കൽബിൽ പാർപ്പിക്കാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ അത് സ്ഫുടം ചെയ്ത അല്ലാഹുവിലെ ദിക്റുള്ള, റബ്ബിനെ സ്മരിക്കുന്ന അല്ലാഹുവിന്റെ ബൈത്തായ ഖൽബായി മാറിയാൽ ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ് വഹുബ്ബുഹു കുല്ലുഹു ലഹു വഖസ്തുഹു ലഹു വബദനുഹു ലഹു വഅമാലുഹു ലഹു വനൗമുഹു ലഹു വയഖ്ദതുഹു ലഹു. അവന്റെ അതേ ഹമ്മ് മുഴുവനും അല്ലാഹുവിന്റെ കാര്യത്തിലായി മാറുകയാണ്, അവന്റെ ഹമ്മ് മുഴുവനും അല്ലാഹുവിന്റെ വിഷയത്തിലായി മാറുകയാണ്. അല്ലാഹുവേ, ഞാനൊരു അമൽ ചെയ്താൽ അല്ലാഹുവേ നീ അത് ഖബൂലാക്കുമോ എന്ന ഭയമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിമുൽ ഖവാഇദ വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. വിശുദ്ധമായ കഅബാലയമാണ്, പരിശുദ്ധമായ ഭവനമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഭൂമിലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധമായ ഗേഹമാണ്. ആ പരിശുദ്ധമായ ഗേഹത്തിന്റെ അസ്ഥിവാരങ്ങളെ പടുത്തുയർത്താൻ ഇബ്രാഹിം നബി അല്ലാഹ് ഏൽപ്പിക്കുമ്പോൾ, അതേ ഇബ്രാഹിം നബിക്ക് സഹായിയായി ഇസ്മായിൽ അലൈഹിസ്സലാം വരുമ്പോൾ, രണ്ടാളുകളും അതേ അടുത്ത പ്രദേശത്ത് നിന്ന് ഓരോ കല്ലുകൾ കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ ആ അസ്ഥിവാരത്തിൽ എടുത്തു വെക്കുമ്പോൾ, ഓരോ കല്ലും എടുത്തു വെച്ചതിനു ശേഷം ആ ഉപ്പയും മകനും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അത് ഹമ്മാണ്, ഭയമാണ്, പേടിയാണ്. അല്ലാഹുവിന് കൊടുത്തത് റബ്ബ് സ്വീകരിച്ചു പോയി എന്ന ഭയമാണ്. ആ മശഖത്തുള്ളവനാണ് മുഅ്മിൻ, ആ ഭയമുള്ളവനാണ് മുഅ്മിൻ. അമലുകൾ ചെയ്യുന്നുണ്ട്, അതേ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭയമാണ്, ഹമ്മാണ്. അല്ലാഹുവിന് യോജിച്ച നിലയിൽ അതായോ, അല്ലാഹുവിന്റെ പ്രതാപത്തിന് നിലയിൽ അതിന് യോജിക്കുന്ന നിലയിൽ അതായോ എന്ന ഹമ്മ് അവന്റെ മനസ്സിലുണ്ടാകും. ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ്. അവന്റെ ഹമ്മ് മുഴുവനും അല്ലാഹുവിന്റെ വിഷയത്തിലാണ്. വഹുബ്ബുഹു കുല്ലുഹു ബിഹി ലഹു. അവന്റെ ഇഷ്ടം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാണ്. ഒരാളുടെ സ്ഥാനം നോക്കിയോ, അയാളുടെ പവർ നോക്കിയോ അല്ല സ്നേഹം, നേരെ മറിച്ച് വഹുബ്ബുഹു കുല്ലുഹു ലഹു. അവന്റെ ഇഷ്ടം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹുവിനൊരു കാര്യം ഇഷ്ടമാണോ അവനത് ഇഷ്ടമാണ്, അല്ലാഹുവിനൊരു കാര്യം വെറുപ്പാണോ അവനത് വെറുപ്പാണ്. ആ നിലയിൽ വഹുബ്ബുഹു കുല്ലുഹു ലഹു, അവന്റെ ഇഷ്ടം മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാണ്. വഖസ്തുഹു ലഹു, അവന്റെ നിയ്യത്ത് അല്ലാഹുവിനുള്ളതാണ്, എന്തും അല്ലാഹുവിന് വേണ്ടിയാണ്. തഹിയ്യാതു അൽ മുബാറകാതു ത്വയ്യിബാതു ലില്ലാഹി. അല്ലാഹുവേ, സർവ്വ തഹിയ്യാത്തുകളും സർവ്വ മുബാറകാത്തുകളും അല്ലാഹുവേ എല്ലാ ത്വയ്യിബാത്തുകളും നിനക്കാണ് അല്ലാഹ്. അങ്ങനെ അവന്റെ വഖസ്തുഹു ലഹു, അവന്റെ ഖസ്ദ് അല്ലാഹുവാണ്, അവന്റെ നിയ്യത്ത് അല്ലാഹുവിലാണ്.
വബദനുഹു ലഹു, അവന്റെ ശരീരം അല്ലാഹുവിനുള്ളതാണ്, അവന്റെ ശരീരം അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിനെ വിറ്റുകളഞ്ഞതാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാഹ, അവന്റെ ശരീരം അല്ലാഹുവിന് കൊടുത്തതാണ്. വബദനുഹു ലഹു വഅഅമാലുഹു ലഹു, അവന്റെ അമലുകൾ മുഴുവനും അല്ലാഹുവിനാണ്. എത്രത്തോളം വനൗമുഹു ലഹു വയഖ്ലതുഹു ലഹു, അവന്റെ ഉറക്കം പോലും അല്ലാഹുവിനാണ്, അവന്റെ ഉണർച്ച അല്ലാഹുവിനാണ്. ഉറങ്ങുന്നത് അല്ലാഹുവിന് വേണ്ടിയോ? അതെ, ഉറക്കം പോലും അല്ലാഹുവിന് വേണ്ടി. അതല്ലേ റസൂല് പറഞ്ഞത്, മോനെ നീ ഉരിപ്പിലേക്ക് പോയാൽ, ഉറങ്ങാൻ പോയാൽ ഉറങ്ങാൻ പോവല്ലേ എന്ന് വിചാരിച്ച് പോയി കിടക്കല്ല. നേരെ മറിച്ച് അല്ലാഹു ഖൽബിലുള്ള ആ അല്ലാഹുവിനെ സ്വീകരിച്ച, ഖാലിഖിനെ സ്വീകരിച്ച, അല്ലാഹുവിനെ ഇലാഹായി ഉൾക്കൊള്ളുന്ന മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങുമ്പോൾ പോലും നബി പറയാണ് അതേ, നിസ്കരിക്കാൻ വുളു എടുക്കുന്നത് പോലെ വുളു എടുത്തു വരൂ. വലതുഭാഗം ചെരിഞ്ഞു കിടക്കൂ. ഇന്നൊരുപാട് സംസാരിച്ചില്ലയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പല കച്ചവട കാര്യങ്ങളും പറഞ്ഞില്ലയോ? കുടുംബകാര്യങ്ങൾ പറഞ്ഞില്ലയോ? ഇടപാടുകൾ പറഞ്ഞില്ലയോ? പലതും സംസാരിച്ചില്ലയോ? ഇന്നത്തെ ദിവസത്തെ സംസാരം നീ അവസാനിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അവസാനമായി നീ പ്രാർത്ഥന പറഞ്ഞു കിടന്നു. അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഈ വാചകം പറഞ്ഞിട്ടല്ലാതെ നീ ഉറങ്ങരുത്. അതേ, ഉറങ്ങാൻ പോകുന്നവനും പറയാണ് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ ഞാൻ എന്നെ നിനക്കിതാ സമർപ്പിച്ചിരിക്കുന്നു. വഫവ്വൽതു അംരി ഇലൈക, എൻ്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവേ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല റബ്ബേ, ഞാൻ എൻ്റെ പാശം നിന്നിലേക്ക് വെച്ചിരിക്കുന്നു. എൻ്റെ പ്രതീക്ഷ നിന്നിലാണ്, അതുപോലെ എൻ്റെ ഭയം നിന്നിലാണ്, എൻ്റെ അഭയം നീയാണ്. നീയല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. അല്ലാഹ് ആമന്തു ബികിതാബികല്ലദീ അൻസൽത, നീ അവതരിപ്പിച്ച കിതാബിൽ വിശ്വസിച്ചവനാണു ഞാൻ. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച റസൂലിൽ വിശ്വസിച്ചവനാണു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഉറങ്ങിയാൽ ആ ഉറക്കത്തിനിടയിൽ ഒരു സൈലന്റ് അറ്റാക്ക് വന്നു. കാരണം ഷുഗർ കൂടുതലാണ്, മരിക്കുന്ന വേദന പോലും ഇല്ലാതെ മരിച്ചു പോകുമെന്നാണ്. നമ്മിൽ പല ആളുകളും ഹൈ ലെവൽ ഷുഗറുള്ള മനുഷ്യരാണ്, കൊളസ്ട്രോൾ ഉള്ള മനുഷ്യരാണ്, അറ്റാക്കിന് ഒരുപാട് സാധ്യതയുള്ള മനുഷ്യരാണ്, ഹൈ ഡിപ്രഷനിൽ ജീവിക്കുന്ന ആളുകളാണ്. ഓരോ കുടുംബത്തിലെയും അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഡിപ്രഷൻ അടിച്ച് സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ആധുനിക മനുഷ്യ, ആ ഉറക്കിൽ ഒരു സൈലന്റ് അറ്റാക്ക് വന്ന് നീ അങ്ങ് മരിച്ചു പോയാൽ ആ ഉറക്കം അല്ലാഹുവിനെ കണ്ടുള്ള ഉറക്കമായതുകൊണ്ട്, അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉറക്കമായതുകൊണ്ട് ആ ഉറക്കിൽ നീ മരിച്ചു പോയാൽ ശുദ്ധ പ്രകൃതിയിൽ നീ റബ്ബിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് അവസാനമായി പറയുന്ന വാക്കാക്കി ഈ വാചകത്തെ നീ മാറ്റിക്കോ. ഒരു ദിവസം അവസാനമായി പറയുന്ന വാചകം ഇതായിരിക്കണമെന്ന് വളരെ വ്യക്തമായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ വനൗമുഹു ലഹു, ആ ഉറക്കം പോലും അല്ലാഹുവിന് നൽകേണ്ടതാണ്. ഇനി വയഖ്ലതുഹു ലഹു, ആ ഉണർച്ച അല്ലാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവിന് വേണ്ടി ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് രാവിലെ മക്കളെ സ്കൂളിൽ വിടേണ്ടതുണ്ട്, അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ ഇതാ എനിക്ക് ജോലിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണം. അല്ലെങ്കിൽ എറണാകുളത്ത് എത്തേണ്ടതുണ്ട്, അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണം. നമുക്ക് ഉണരാൻ പല കാരണങ്ങളാണ്. എന്നാൽ മുഅ്മിൻ ഉറങ്ങിയാൽ ഉണരാൻ ഒരേ ഒരു കാരണമേയുള്ളൂ, അത് വേറൊന്നുമല്ല. അമ്മൻ ഹുവ ഖാനിതു ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ
ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഖുർആൻ പറയാണ് അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമാ. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാത്രിയുടെ ഭാഗങ്ങളിൽ അവർ എഴുന്നേറ്റ് വരുന്നത് കണ്ടില്ലയോ? ആ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോ കാണുന്നത് പുതപ്പിനടിയിൽ അവർ പൂണ്ടിറങ്ങുകയല്ല, നേരെ മറിച്ച് ഇതാ ശീതീകരിച്ച ബെഡ്റൂമിന്റെ ഉള്ളിൽ അവരിതാ തണുത്തു കിടന്ന് മരവിച്ചുറങ്ങുകയല്ല. നേരെ മറിച്ച് രാത്രിയുടെ അന്ത്യാമത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോ അവരതാ സുജൂദിൽ കിടക്കുന്നു, സജിദാ വഖായിമാ, കാലുനീര് കെട്ടുന്നത് വരെ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. അവൻ ഉറങ്ങിയത് തഹജ്ജുദിന് എഴുന്നേക്കാൻ വേണ്ടിയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പക്ഷിമൃഗാദികൾ പോലും ഉറങ്ങുന്ന നേരത്ത്, അതേ പ്രകൃതി പോലും സൈലന്റായ നേരത്ത്, എല്ലാവരും പൂണ്ടുറങ്ങുന്ന നേരത്ത് റബ്ബുമായി ചാറ്റ് ചെയ്യാൻ എഴുന്നേറ്റ് വരുന്നവൻ, റബ്ബുമായി മുനാജാത്ത് നടത്താൻ എഴുന്നേറ്റ് വരുന്നവൻ യഹ്ദറുൽ ആഖിറത, അവൻ അല്ലാഹു അവനെ കണ്ടുമുട്ടുന്ന ആഖിറത്തിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാണ്. വയർജു റഹ്മത റബ്ബിഹി, ഖാലിഖായ റബ്ബിന്റെ കാരുണ്യത്തെ കൊതിക്കുന്നവനാണ്. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യാമത്തിൽ റബ്ബുമായി സംസാരിക്കാൻ അവൻ എഴുന്നേറ്റ് വരികയാണ്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹ് പറയുന്നത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? അറിഞ്ഞു ജീവിക്കുന്നവനും വിവരദോഷിയായി ജീവിക്കുന്നവനും സമമാകുമോ? വിവേകിയും അവിവേകിയും സമമാകുമോ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവനെ ചിന്തിക്കൂ, തലയുള്ളവനെ ഉറ്റാലോചിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അതുകൊണ്ട് തന്നെ അവൻ രാത്രിയിൽ എഴുന്നേൽക്കുകയാണ്. നമ്മിൽ പല ആളുകൾക്കും നഷ്ടപ്പെട്ടു പോയ നന്മയാണത്. കാരണം പല രോഗങ്ങൾക്കും അടിമപ്പെട്ടു പോയി നമ്മൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ രാത്രിയിലെ അന്ത്യാമത്തിൽ എഴുന്നേറ്റ് അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുവോ എങ്കിൽ പുറത്തു തരാം, ആവശ്യങ്ങളുണ്ടോ ചോദിച്ചാൽ തരാമെന്ന് അടിയാറുകൾ വിളിച്ചു പറയുന്ന നേരത്ത് പൂണ്ടിറങ്ങുന്ന ആളുകൾ, അതേ മുഹമ്മദ് നബിയോട് പോലും അല്ലാഹ് പറഞ്ഞത് ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വതഅൻ വഅഖ്വമു ഖീലാ. ഓ മുഹമ്മദ് നബിയേ, നിങ്ങളുടെ മെന്റൽ പവർ വേണോ? നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് വേണോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ പവർ വേണോ? എങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു കൊള്ളുക. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിസന്ധികൾ അതുകൊണ്ട് മാറിക്കിട്ടും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂലിനോട് പോലും അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചില്ലയോ? എന്നാൽ അതേ മുഅ്മിനായ മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങിയാൽ അവന്റെ ഉണർച്ച പോലും അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെ അവസാന ശ്വാസം വരെ ഖുർആൻ പറഞ്ഞില്ലയോ, വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹയാണ് ആരാധ്യൻ എന്ന് പറയുമ്പോ, സൃഷ്ടാവ് ആണ് ആരാധ്യൻ എന്ന് പറയുമ്പോ, ജുമഅയുടെ നേരത്ത് ഉച്ചനേരത്ത് ജുമഅ നിസ്കരിക്കുമ്പോ മാത്രമല്ല, അതല്ലെങ്കിൽ ളുഹറിന്റെ ബാങ്ക് കൊടുക്കുമ്പോ മാത്രമല്ല, വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അന്ത്യശ്വാസം വരെ, മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന സെക്കൻഡ് വരെ, ആ മരണം ഉറപ്പാകുന്ന സമയം വരെ നിന്റെ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. വേറെ ഇബാദത്തിന്റെ അർഹത ഒരാൾക്കും കൊടുക്കാതിരിക്കുക. ഒരു പ്രാർത്ഥനയും അല്ലാത്തൊരു ശക്തിക്കുമില്ല. ആര് പറഞ്ഞാലും, ഏത് ഹോജ പറഞ്ഞാലും, ആര് തെളിവ് നടത്തിയാലും, എത്ര വാദപ്രതിവാദം നടത്തിയാലും അല്ലാത്ത ഒരു പടപ്പിനോടും, അത് മനുഷ്യരാകട്ടെ, മരിച്ചവരാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ഒരു പടപ്പിനും ഒരു മഖ്ലൂക്കിനും ഇല്ല. ഏതുവരെ? മരണം എന്ന ആ യാഥാർത്ഥ്യം മുന്നിൽ വന്ന് നിൽക്കുന്നത് വരെ. കാരണം മനുഷ്യന് മരണത്തോടെ എല്ലാം ഇല്ലാതാകും, എല്ലാം തീർന്നു പോകും, എല്ലാം അവസാനിച്ചു പോകും. ആ മരണം വന്നാൽ എല്ലാം മനുഷ്യന് തീർന്നു പോകും, എല്ലാം അവസാനിച്ചു പോകും. മരണം മുന്നിൽ എപ്പോഴും വന്നു നിൽക്കാം, എപ്പോഴും വന്നു നിൽക്കാം. ദുനിയാവ് ഒരു കടലാണ്, സമുദ്രമാണ്. ആ സമുദ്രത്തിലെ ആഞ്ഞടിക്കുന്ന തിരമാലയാണ് മരണം. അൽ മൗതു ബഹ്റുൻ മൗജുഹു താഫിഹു യഗ്രിഖു ഫീഹിൽ മാഹിറു സാബിഹു. എത്ര വലിയ നീന്തലറിയുന്നവനാണെങ്കിലും ഈ മരണമാകുന്ന സമുദ്രത്തിലെ തിരമാലയിൽ പെട്ടവൻ ചത്തുപോകും. അൽ മൗതു ബഹ്റുൻ മൗജുഹു
അതെ, എത്ര വലിയ വിദഗ്ധനായ നീന്തൽക്കാരനാണെങ്കിലും മരണത്തിന്റെ തിരമാലകൾ അലമാലകൾ വന്നിട്ട് അവനെ പിടിക്കും. അതുകൊണ്ട് വൈഹകി യാ നഫ്സി ഖിഫി വസ്മഈ മഖാലതൻ ഖദ് ഖാലഹാ നാസിഹു. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളടക്കമുള്ള നാസിഹുകളായ ഗുണകാംക്ഷികളായ ആളുകൾ പറഞ്ഞുപോയ വാക്കുകൾ, ആ മഖാലയൊന്ന് കേൾക്കണേ, നിന്ന് കേൾക്കണേ. എന്താണതിലായം ഫഉൽ ഇൻസാനു ഫീ ഖബരിഹി ഇല്ല തുഖാ വൽ അമലു സ്വാലിഹു. ഒരു മനുഷ്യന് നാളെ ഖബറിൽ ഉപകരിക്കുന്നത് വേറൊന്നുമില്ല, തഖ്വയാണ്, അമലു സ്വാലിഹാത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്, തൗഹീദാണ്, സുന്നത്താണ് ഒരു മനുഷ്യന് നാളെ ഖബറിൽ ഉപകരിക്കുന്നത്. അതല്ലാത്തത് ദുനിയാവിൽ എന്ത് തന്നെ നേടിയാലും എന്തു തന്നെ ആർജിച്ചാലും അതൊന്നും മരിച്ചതിനു ശേഷം നിനക്ക് ഉപകരിക്കില്ലല്ലോ, മരിച്ചതിനു ശേഷം അത് കിട്ടില്ലല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഖബർസ്ഥാനിലേക്ക് തന്റെ കൂട്ടുകാരുമായി പോയിട്ട് പറഞ്ഞല്ലോ, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാർ, ഖബറിൽ കിടക്കുന്ന ഖബറാളികളെ നിങ്ങൾക്ക് സലാം. മൽ ഖബറു ഇൻദകും, എന്തുണ്ട് നിങ്ങളുടെ വിശേഷം? കുറേ കാലമായല്ലോ നിങ്ങൾ ഖബറിലേക്ക് പോയിട്ട്. മൽ ഖബറു ഇൻദകും, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ വിവരം എന്താണെന്ന് വിളിച്ചു ചോദിക്കുകയാണ്. ആരും മറുപടി പറയുന്നില്ല. ഖബർസ്ഥാന്റെ പ്രത്യേകത ഏതാണല്ലോ, അതേ വിശ്വസിച്ച് പോയിരിക്കാൻ പറ്റുന്ന ഇടമാണ്, ഒരു പ്രശ്നവുമില്ലാത്ത ഇടമാണ്. ആരും ശണ്ട കൂടാൻ വരില്ലല്ലോ, ആരും ബഹളം വെക്കാൻ വരില്ലല്ലോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മൽ ഖബറു ഇൻദകും, എന്തൊക്കെയുണ്ടോ വിശേഷം എന്ന് ചോദിക്കുമ്പോ ആരും മറുപടി പറയുന്നില്ല. അതേ ശ്മശാന മൂകതയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, എന്നാൽ കേട്ടോ, ഇന്നൽ ഖബറ ഇൻദനാ, നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങളുടെ കാര്യം വളരെ റാഹത്തിലാണ്. നിങ്ങൾ പോയതിനു ശേഷം ഞങ്ങളുടെ കാര്യം അന്ന അംവാലക്കും ഖദ് ഖുസിമത്, നിങ്ങളൊരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടുവന്ന സമ്പത്ത് നിങ്ങളുടെ കാലശേഷം വഴക്കിട്ട് കേസ് കൊടുത്ത് ബഹളം വെച്ച് കൃത്യമായി ഞങ്ങൾ വീതിച്ചെടുത്തിട്ടുണ്ട്. അന്ന ബുയൂതക്കും ഖദ് സുകിനത്, ഒരായുസിൽ പലിശയെടുത്തും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടൊക്കെ ഉണ്ടാക്കി നിന്റെ വീടുണ്ടല്ലോ, അത് ശൂന്യല്ല. നീ പോയതിനു ശേഷം അവിടെ ആളുകൾ കയറി താമസിക്കുന്നുണ്ട്, നിന്റെ ബെഡ്റൂമിൽ പോലും ആളുകളുണ്ട്. അന്ന സൗജാതകും ഖദ് സുവ്വിജത്, തീർച്ചയായും നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, നിന്നോടൊപ്പം ജീവിതം പങ്കിട്ട ജീവിത പങ്കാളികൾ, അവർ വേറെ വിവാഹം കഴിച്ച് സുഖകരമായി ജീവിക്കുന്നുണ്ട്. നീ പോയത് കൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല, നീ പോയത് കൊണ്ടൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. കൃത്യമായി സൂര്യനുദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്, അതെ 24 മണിക്കൂർ തന്നെയുണ്ട്. എല്ലാവരും അങ്ങാടി പോകുന്നുണ്ട്, സുഖകരമാണ്. നാട്ടിലെല്ലാം ബഹുജോറായി തന്നെ നടക്കുന്നുണ്ട്. നീ ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുമ്മബക്കാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരയുകയാണ്. എന്നിട്ട് കൂടെയുള്ളവരോട് പറയുകയാണ്, വല്ലാഹി ലവിസ്തതഉ അയ്യുജീബു, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് വാതുറന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഈ വർത്തമാനങ്ങൾക്ക് മറുപടി പറയാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ അവർ വിളിച്ചു പറയുമായിരുന്നു, ഇന്ന ഖൈറസ്സാദ് അത്തഖ്വാ. ആ ഖബറിൽ കിടന്നവർ വിളിച്ചു പറയുമായിരുന്നു, ഒരു മനുഷ്യൻ അവന്റെ പുരുഷായുസിൽ ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പാഥേയം, ജീവിതത്തിൽ ഏറ്റവും നല്ല വിഭവം, അതേ ബാങ്കിലെ ബാലൻസ് അല്ല, ഏക്കർ കണക്കിലുള്ള എസ്റ്റേറ്റുകളല്ല, നേരെ മറിച്ച് തഖ്വാ. അല്ലാഹുവിന് വേണ്ടി ഒരു സമയം ജീവിച്ചിട്ടുണ്ടോ? റബ്ബിന് വേണ്ടി ഒരു സെക്കൻഡ് ജീവിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും നീക്കി വെച്ചോ? അതല്ലാതെ ഒരു മനുഷ്യനൊന്നുമില്ല എന്ന് ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ വിളിച്ചു പറയുമായിരുന്നുവെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നഗരിയിൽ ഒരുമിച്ച് കൂടിയെങ്കിൽ, റബ്ബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുവെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം ആഖിറത്തിൽ ആ റബ്ബിനെ കണ്ടുമുട്ടണമെന്നാണ്, അല്ലാഹുവിൻ്റെ ലിഖാ സാധ്യമാകണമെന്നാണ്, റബ്ബിൻ്റെ മുന്നിൽ സന്തോഷത്തോടെ എത്തണമെന്നാണ്, ആ റബ്ബ് നമ്മെ കബൂലാക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിന് വേണ്ടി ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. പക്ഷെ പലപ്പോഴും പല കക്ഷികളുടെ പേരിൽ നമ്മൾ പിരിഞ്ഞുപോയി. തൗഹീദ് പറഞ്ഞാൽ പറയും അവൻ വഹാബിയാണ്, അവൻ മുജാഹിദാണ്, അവൻ സലഫിയാണ്, അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കണ്ട, പറ്റുമെങ്കിൽ അവന് മറുപടി പറയാമെന്ന് പറഞ്ഞ് അതേ സലഫികൾക്കെതിരെ കിട്ടുകയറുകയാണ്.
പലരും ഇത് കക്ഷിത്തമായി മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കക്ഷിത്തമല്ല, ഇത് നസീഹത്തുള്ള ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളും നിർവഹിച്ച ദൗത്യമാണ്. ഇവിടെ ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹുവിന് കൊടുക്കലാണ് നമ്മുടെ ബാധ്യത. റബ്ബിന് വേണ്ടി ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. റബ്ബ് അതിനാ നമ്മെ പടച്ചത്. ഖുർആൻ പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വലാ ഉരീദു അൻ യുത്ഇമൂൻ. അല്ലാഹ് പറയാണ്, നിങ്ങൾ എനിക്ക് അന്നം തരണ്ടടോ, നിങ്ങൾ അല്ലാഹ്ക്ക് അന്നം കൊടുക്കണ്ട, നിങ്ങൾ എനിക്ക് അന്നം തരണ്ട, നിങ്ങൾ എന്നെ ഊട്ടണ്ട, നിങ്ങൾ എനിക്ക് ഭക്ഷണം കണ്ടെത്തി തരണ്ട. നേരെ മറിച്ച് നിന്നെ ഞാൻ പടച്ചത് മനുഷ്യകുലമേ, ജിന്നുകുലമേ, നിങ്ങളെ ഞാൻ പടച്ചത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതിനാ റബ്ബ് ബുദ്ധി തന്നത്, അതിനാണല്ല വിവേകം തന്നത്. എനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. തൗഹീദ് അല്ലാഹു നമ്മുടെ ഖൽബിൽ ഇട്ടു തന്നതാണ്, ഹൃദയത്തിൽ ഇട്ടു തന്നതാണ്. അത് ഏത് മതവിശ്വാസിയാണെങ്കിലും തൗഹീദ് പറഞ്ഞു നോക്കൂ, അവൻ കരയുന്നത് കാണാം, അവന്റെ ഖൽബ് പിടയുന്നത് കാണാം, അവന്റെ ഹൃദയം വിങ്ങുന്നത് കാണാം. കാരണം തൗഹീദ് ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ അല്ലാഹു ഇട്ടു തന്നതാണ്. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് റബ്ബ് പഠിപ്പിച്ചു കൊടുത്തതാണ് തൗഹീദ്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെയല്ലയോ നിങ്ങളുടെ റബ്ബ്, ഞാൻ തന്നെയല്ലയോ നിങ്ങളുടെ ഇലാഹ് എന്ന് ആലമുൽ അർവാഹിൽ വെച്ച് ചോദിച്ച നേരത്ത് സർവ്വ മനുഷ്യരും ഈ ലോകത്ത് ജനിച്ചു ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിച്ച് മരിച്ചുപോയ, ജീവിക്കാനിരിക്കുന്ന സർവ്വ മനുഷ്യരും ഒരുപോലെ പറഞ്ഞ മറുപടിയാണ് ബലാ 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 ഷഹീദിന, അല്ലാഹുവേ ഞങ്ങളതിന് സാക്ഷിയാണ്, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന്. ലോകത്ത് പിറക്കാനിരിക്കുന്ന, ജീവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരും ഒരുപോലെ അംഗീകരിച്ച സംഗതിയാണെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ഉള്ളകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചതാണ് തൗഹീദെങ്കിൽ, തൗഹീദ് അറിയില്ല എന്ന് പറഞ്ഞു പടച്ചവനെ കണ്ടുമുട്ടാൻ ഒരാൾക്കും കഴിയില്ല. നേരെ മറിച്ച് എല്ലാവരുടെയും ഖൽബിൽ തൗഹീദ് ഉള്ളതാണ്, അല്ലാഹു ഇട്ടുകൊടുത്ത ബോധമാണത്. പക്ഷേ പലപ്പോഴും പിശാച് നമ്മെ സമീപിക്കും, എന്നിട്ട് കുഴപ്പത്തിലാക്കും. ശിർക്ക് നമ്മുടെ കൽബിലേക്ക് ഇട്ട് തരും, പലതരത്തിൽ വരും. അതേ പല ജാതിയാണ് ആ പിശാചിന്റെ പ്രവർത്തനങ്ങൾ. ആ പിശാചിന്റെ പ്രവർത്തനങ്ങൾ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ല വിശദമായി വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഏതാണ്ട് 18ഓളം പ്ലാനുകൾ ഉണ്ട് എന്നാണ് ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ പിശാചു സ്വീകരിക്കുന്ന നടപടി. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്നിൽ തോറ്റുപോയാൽ അടുത്തത്, അങ്ങനെ 18ഓളം പ്ലാനുകൾ പിശാചിനുണ്ട്. ABCDE എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ആ രൂപത്തിൽ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി മനുഷ്യനെ പിഴപ്പിച്ച് അവനെ നരകത്തിലെത്തിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഡ്യൂട്ടിയായി അവൻ ഏറ്റെടുത്തത്. അതല്ലേ റബ്ബിനോട് അവൻ പറഞ്ഞത്, ലഉദിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഈ ആദം മക്കൾ മുഴുവനും ഞാൻ പിഴപ്പിക്കുമല്ലാ, ഈ ആദം മക്കൾ മുഴുവനും ഞാൻ പിഴപ്പിക്കുമല്ലാ. ലഉദിയന്നഹും അജ്മഈൻ, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായ ഈ ആദമിന്റെ സർവ്വമക്കളെയും ഞാൻ പിഴപ്പിക്കുമല്ലാ. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, അതിൽ ഇഖ്ലാസുള്ള മനുഷ്യരുണ്ട്, ഇഖ്ലാസുള്ള മനുഷ്യരുണ്ട്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, നിനക്ക് വേണ്ടി വാദിക്കുന്ന മനുഷ്യരുണ്ട്, നിനക്ക് വേണ്ടി ഉറങ്ങുന്ന മനുഷ്യരുണ്ട്, നിനക്ക് വേണ്ടി ഉണരുന്ന മനുഷ്യരുണ്ട്, നിനക്ക് ശരീരം തന്ന മനുഷ്യരുണ്ട്, നിനക്ക് സമ്പത്ത് തന്ന മനുഷ്യരുണ്ട്, ഇഖ്ലാസോടെ ജീവിച്ച മനുഷ്യരുണ്ട്. അല്ലാഹുവേ, സർവ്വതിലും നിന്നെ തൃപ്തിപ്പെട്ട ആളുകളുണ്ട്. അവരെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല അല്ലാ, അവരെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയില്ല അല്ലാ എന്ന് സാക്ഷാൽ പിശാച് പോലും റബ്ബിനോട് പറഞ്ഞുവെങ്കിൽ ഈ രൂപത്തിൽ അല്ലാഹുവിനെ കൊടുത്തു ജീവിക്കുന്നവര്, അള്ളാഹുവിനെ സമർപ്പിച്ചു ജീവിക്കുന്നവര്, അള്ളാഹുവിൽ സമാധാനമടയുന്ന ആളുകള്, അതേ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും സായുജ്യമടയുന്ന ആളുകള്, ഫഹുവ കുല്ലമാ വജദ മിൻ നഫ്സിഹി ഇൽതിഫാതൻ ഇലാ ഗൈരിഹി, ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയിലേക്കും തിരിഞ്ഞു നോക്കാതെ അള്ളാഹുവിനെ അവലംബിച്ച് അള്ളാഹുവിനെ ഇഅ്തിമാദ് ചെയ്ത് ജീവിച്ച മനുഷ്യർ, അവർ ജീവിച്ച അവസാനം അവരുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാർ അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വിളിച്ചു കൊണ്ടുപോകാൻ വരുന്ന നേരം, ആ റൂഹിനെ വിളിക്കാൻ വരുന്ന നേരം, ആ നേരത്തിൽ അല്ലാഹുവിന് വേണ്ടി ജീവിച്ച മനുഷ്യരോട് ആ പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്ന
ജന്നതി. ഓ പരിശുദ്ധാത്മാവേ, തുമഅ്നീനത്തായ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, തുമഅ്നീനത്തായ ആത്മാവേ. ആരിലാ തുമഅ്നീനത്തായത്? അല്ലാഹുവിൽ, റബ്ബിൽ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക്. ഈ കാലമത്രയും നീ ജീവിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ സ്നേഹിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ ഇടപെട്ടത് റബ്ബിന് വേണ്ടിയാണ്, നീ സംസാരിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ പരിപാടി സംഘടിപ്പിച്ചത് റബ്ബിന് വേണ്ടിയാണ്, നീ സുജൂദ് ചെയ്തത് റബ്ബിന് വേണ്ടിയാണ്, സകല മേഖലകളിലും റബ്ബിനെ സ്വീകരിച്ചവനാണ്. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബിക്, ആ റബ്ബിലേക്ക് നീ മടങ്ങിക്കൊള്ളുക. എങ്ങനെ? റാളിയതം മർദിയ, റാളിയതം മർദിയ. അല്ലാഹുവിൽ തൃപ്തനായിരുന്നല്ലോ നീ ഇതുവരെയും. നിന്റെ കല്യാണത്തിനും നിന്റെ വീട്ടിലെ വിവാഹത്തിനും നിന്റെ വീട്ടിലെ ചടങ്ങുകൾക്കും അതുപോലെ തന്നെ നിന്റെ പെരുമാറ്റത്തിലും നിന്റെ കച്ചവടത്തിലും നിന്റെ സംസാരത്തിലും അല്ലാഹുവിൽ തൃപ്തിയുള്ളവനായിരുന്നല്ലോ നീ. എന്നാൽ നിന്നിൽ റബ്ബും തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ ഇടപാടിൽ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ സംസാരത്തിൽ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തൃപ്തിപ്പെട്ടവനായി നീ റബ്ബിലേക്ക് ചെന്നുകൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതേ, റബ്ബിന്റെ വിളിയാളമുണ്ടാവുകയാണ്. എൻ്റെ ദാസന്മാരിലേക്ക് വരൂ, എന്നോടൊപ്പം എൻ്റെ പ്രിയമിത്രങ്ങളായ ആളുകൾ, അതേ എന്നെ കണ്ടു ജീവിച്ച എൻ്റെ അടിയാറുകൾ, അവരിലേക്ക് വരൂ, അതേ സ്വർഗത്തിലേക്ക് വരൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചു കൊണ്ടുപോകുന്ന ആളുകളാകാൻ ആഗ്രഹിക്കണം. അല്ല, ആ നിലയിലാണ് ഞാനെന്ന് ഉറപ്പിക്കണം. എങ്കിൽ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണത്തിൽ ബേജാറ് വേണ്ട, മരിക്കുന്ന നേരത്ത് ബേജാറ് വേണ്ട. എവിടെ മരിച്ചാലും അത് വാനലോകത്ത് കഴിഞ്ഞ ദിവസം നടന്നതുപോലെ, അസർബൈജാനിൽ സംഭവിച്ചതുപോലെ, ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്നു പോകുമ്പോൾ നേരെ ആ ഫ്ലൈറ്റ് തകർന്ന് താഴെ വീണ് അതിൽ കത്തിക്കരിഞ്ഞു പോയാലും, ഇനി അതല്ല ഒരു അപകടത്തിൽ മരിച്ചു പോയാലും, ഇനി ഒരു അറ്റാക്ക് വന്നാലും, മരിച്ചതിൻ്റെ പേരിൽ ഈ ഒരു നിലപാടിലാണോ പ്രയാസപ്പെടേണ്ട? മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വെച്ചതുപോലെ, അദ്ദേഹം മരിക്കുന്നതിന് മണിക്കൂർ മുമ്പ് പറഞ്ഞതുപോലെ, കുല്ലി ഇഖ്വാനിൻ റഔനി മൈതാ ഫബകൗനി വറസൗലി ഹസനാ അതظنون بأني ميتكم ليس ذاك الميت والله أنا. അബൂ ഹാമിദ് അൽ ഗസാലി പറഞ്ഞതുപോലെ, ഞാൻ മരിക്കാൻ പോവുകയാണ്, മരണത്തിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി, എൻ്റെ ഹാർട്ട് ബീറ്റുകൾ ഇങ്ങനെ കൂടുകയാണ്, എൻ്റെ നാഡീനരമ്പുകൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്, മരണം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇപ്പോൾ ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ ഓടി വരും, എൻ്റെ ചുറ്റുഭാഗത്തും അവർ നിൽക്കും, അവർ കരയാൻ വരികയാണ്, ദുഃഖിക്കാൻ വരികയാണ്, വിഷമം പറയാൻ വരികയാണ്, ഗസാലി മരിച്ചു എന്ന് പറയാൻ വരികയാണ്. അതിൻ്റെ പേരിൽ ദുഃഖിക്കാൻ വരുന്നവരാണ്. അവരോട് ഞാൻ പറയട്ടെ, ഞാൻ മരിച്ചിട്ടില്ലടോ, ഞാൻ മരിച്ചെന്ന് നിങ്ങൾ കരുതണ്ടടോ. അന്നീ മയ്തുക്കും, ഞാൻ മയ്യിത്തല്ലടോ. ലൈസ ദാക്കൽ മയ്യിതു വല്ലാഹി അനാ, അല്ലാഹനെ തന്നെ സത്യം, ഞാൻ മയ്യിത്തല്ല, അതെന്റെ കൂട് മാത്രമാണ് ആ കിടക്കുന്നത്. അന ഫിസ്സൂരി വഹാദാ ജസദി കാന ബൈതി വഖമീസി സമനാ. ഇത്രയും കാലം ഞാൻ ആ ജയിലിന്റെ ഉള്ളിലായിരുന്നു, എന്റെ കൂടായിരുന്നുവത്. അന ഉസ്ഫൂറു വഹാദാ ഖഫസി തിർതു മിൻഹു വബഖി മുർതഹനാ. ആ കൂട്ടിന്റെ ഉള്ളിൽ കടന്നുപോയ പക്ഷിയായിരുന്നു ഞാൻ. ആ കൂട് വിട്ട് ഞാനിതാ പറക്കുകയാണ്, ആകാശലോകത്തേക്ക് പറക്കുകയാണ്, സപ്താകാശങ്ങൾ താണ്ടി കിടക്കുകയാണ്, എൻ്റെ റബ്ബിലേക്ക് ഞാനിതാ പോവുകയാണ്. അതുകൊണ്ട് കൂട് വിട്ട് പറന്നുയരുന്ന പക്ഷിയാണു ഞാൻ. എൻ്റെ കൂട് നോക്കിയിട്ട് എൻ്റെ മയ്യിത്തല്ലേ അത് എന്ന് പറഞ്ഞ് കരയാൻ ഒരാളും ഇങ്ങോട്ട് വരരുത് എന്ന് എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞേക്ക്. കുല്ലി ഇഖ്വാനിൻ റഔനി മയ്യിതൻ ഫബകൗനി വറസൗലി ഹസനാ. എൻ്റെ മയ്യിത്ത് കണ്ട് ദുഃഖിക്കാൻ വരുന്നവരോട് പറഞ്ഞു കൊടുത്തേക്ക്, അത് ഗസാലിയുടെ കൂട് മാത്രമാണ്, ഗസാലി എന്ന പക്ഷി പറന്നുപോയിരിക്കുന്നു. ഈ ഒരു ബോധം ഖൽബിൽ സൂക്ഷിക്കുക. നല്ല നിലക്ക് മരിക്കാൻ പണിയെടുക്കുക. ഇത്രയും കാലം 60 വയസ്സ്, 40 വയസ്സ്, 30 വയസ്സ്, 35 ഒക്കെ ജീവിച്ചില്ലേ? ഈ ജീവിച്ചത് അത്രയും ജീവിക്കാനായിരുന്നു ഈ അധ്വാനം മുഴുവൻ, ഈ ഓട്ടം മുഴുവൻ, നെട്ടോട്ടം മുഴുവൻ. കളവ് പറഞ്ഞതും, കരഞ്ഞെന്ന് നടത്തിയതും, തോന്നിയാസം കാണിച്ചതും, അക്രമം പ്രവർത്തിച്ചതും, ദുഷിച്ച ഹൃദയത്തിന്റെ ഉടമയായതും, കുതികാൽ വെട്ടിയതും, തോന്നിയാസം ചെയ്തതും
ഒക്കെ ദുനിയാവിന് വേണ്ടിയാണ്. ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വന്തം മാതാവിൻ്റെ നേരെ പോലും കൈപൊക്കിയത് ദുനിയാവിന് വേണ്ടിയാണ്. സ്വന്തം ഉപ്പയുടെ കഴുത്തിന് പിടിച്ചത് ദുനിയാവിന് വേണ്ടിയാണ്. ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൊള്ളരുതായ്മ മുഴുവനും ചെയ്തു കൂട്ടിയതെങ്കിൽ സഹോദരങ്ങളെ, മാറണം, ചിന്തിക്കണം, കക്ഷിഭേദമില്ലാതെ ചിന്തിക്കണം. അള്ളാഹുവിന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച് ജീവിതത്തെ അങ്ങനെ പരിവർത്തിപ്പിച്ച് ഖാലിഖായ റബ്ബ്, അവനോളം നമ്മെ സ്നേഹിച്ച ഒരാളും ഇല്ല, അവനോളം നമ്മളോട് ഇഷ്ടമുള്ള ഒരുത്തനുമില്ല. അതുകൊണ്ടാണ് റബ്ബിനൊരു പേരുണ്ട്, വദൂദ്. വദൂദ് എന്നാണ്. ആ വദൂദിന്റെ അർത്ഥം എന്താണെന്ന് പോയി വായിച്ചു മനസ്സിലാക്കിക്കോ. അതെ, ഹുവൽ വദൂദ്. അള്ളാഹു അങ്ങേറ്റം പിരിശമുള്ളവനാണ്, കരുണയുള്ളവനാണ്, റഊഫാണ്, റഹീമാണ്, റഹ്മാനാണ്. അങ്ങേറ്റം കരുണയുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ നെഞ്ചിലേറ്റി, ആ ഖാലിഖിനെ നെഞ്ചിലേറ്റി സർവ്വ ഇബാദത്തുകളും ആ റബ്ബിന് നൽകി. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന വാചകമുണ്ടല്ലോ, എൻ്റെ നിസ്കാരമാകട്ടെ, എൻ്റെ ബലികർമ്മമാകട്ടെ, എൻ്റെ ജീവിതമാകട്ടെ, എൻ്റെ മരണമാകട്ടെ, സർവ്വതും അള്ളാഹുവിനുള്ളതാണ്, റബ്ബുൽ ആലമീനുള്ളതാണ് എന്ന് വ്യക്തമായി പറയുന്ന വാചകത്തെ അന്വർത്ഥമാക്കി ജീവിക്കാൻ പണിയെടുക്കുക, പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ സർവമാന തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അള്ളാഹ്. അള്ളാഹുവേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവരാണ്, കുറ്റങ്ങൾ സംഭവിച്ചവരാണ്. അള്ളാഹുവേ, നിന്റെ മുന്നിൽ പരിശുദ്ധരായി വന്നു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ അള്ളാഹുവേ വളരെ ചെറുതാണ് അള്ളാഹ്, വളരെ കനം കുറഞ്ഞതാണ് അള്ളാഹ്, ധാരാളമൊന്നും ചെയ്യാൻ കഴിയാത്തവരാണ് അള്ളാഹ്. റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ അമലുകൾ നീ വലിയ വിലയിൽ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഫضل കൊണ്ട് നീ അത് സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ഉപ്പമാർക്ക്, ഞങ്ങളുടെ ഉമ്മമാർക്ക് അള്ളാഹുവേ നീ ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളെ, ഭാര്യമാരെ, ബന്ധുജനങ്ങളെ, അതുപോലെ തന്നെ കൂട്ടുകുടുംബാദികളെ അള്ളാഹുവേ നീ സ്വാലിഹീങ്ങളായി സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളോടൊപ്പം കഴിയുന്ന മുഴുവൻ ആളുകളെയും നീ സ്വാലിഹീങ്ങളായി സ്വീകരിക്കണേ അള്ളാഹ്. ഒരു സലാം കൊണ്ടെങ്കിലും ഞങ്ങൾ ഇടപെടുന്ന ഏതെല്ലാം മനുഷ്യരുണ്ടോ ആ മനുഷ്യരെ മുഴുവനും ജന്നാത്തുൽ ഫിർദൗസിൽ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നല്ല നിലക്ക് സക്കാത്ത് നൽകാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. അള്ളാഹുവേ, കുഫ്ർ വരുന്ന ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹ്. അള്ളാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിനക്ക് ശുക്ർ ചെയ്യാനുള്ള ഖൽബ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, നിനക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.